Good morning. Good morning, Vijay. Good morning, sir. Good morning. ഞാൻ ആക്ച്വലി ഇത് ഓഫീസാണ് കേട്ടോ. അതെ. അപ്പം എൻ്റെ മൊബൈലിൽ ഞാൻ ഇത് ചെയ്യത്തില്ല, ഇതിലെ നെറ്റ് യൂസ് ചെയ്യത്തില്ല. ഒരു 1 MB അങ്ങനെ 1 GB ഇതൊക്കെയാണ് എടുക്കുന്നത്. ഓ, മൊബൈലിൽ നിന്ന് ഞാൻ കാണത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇങ്ങോട്ട് വരും, അതാണ് ചില സമയങ്ങളിൽ ലേറ്റ് ആകും. ചിലപ്പോൾ മഴയാണെങ്കിൽ കുറെ ദൂരം ഉണ്ടോ വീട്ടിലേക്ക്? ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ച് വരും. 2 കിലോമീറ്റർ ഉണ്ടോ? അവിടെ നിന്ന് പിന്നെ രാവിലെ പുലർച്ചയ്ക്ക് അല്ല വരുന്നതല്ല, ചിലപ്പോൾ മഴയാണെങ്കിൽ ആ സ്ഥലത്തൊക്കെ വെള്ളക്കെട്ട് കാണും. അത് പിന്നെ ഓ, കറങ്ങിയൊക്കെ പിന്നെ വരാൻ പറ്റത്തുള്ളൂ. അതാണ് ലേറ്റ് ആവുന്നല്ലേ? ഓ അതെ അതെ. മറ്റേ 2 വീലർ വെച്ചിട്ടുള്ളത് ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പൊ അവിടെ പോയി രാവിലെ എന്നും വിളിച്ച് നിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങ് വരും. ഇവിടെ വന്നിട്ട് എന്തുപറ്റിയാ ഞാൻ പേടിച്ചു പോയി. ഇനിയിപ്പോ ഈ ലിങ്കിനകത്ത് വേറെ എങ്ങനെ ലിങ്ക് വല്ലതും മാറ്റിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ സാറിന്റെ വാട്സപ്പ് എടുത്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ബൈജു മാഷിന്റെ കോൾ വന്നത്. ഇതാ ജോയിനിങ് വരുന്നു. ആ ആ ആ. ജോയിനിങ് ചെയ്തോട്ടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും ആ, വരട്ടെ. മാഷ് എന്താ ട്രെയിനറാണോ? ഞാൻ ട്രെയിനറാണ്. ഓ സോറി. എവിടെ സ്വദേശം എവിടെ? തൃശ്ശൂർ. തൃശ്ശൂർ മാഷ്? തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറയും. കരുമ്പലപ്പള്ളി. അവിടെ അറിയോ? അല്ല, ഞാൻ ആക്ച്വലി എപ്പോഴും വരാറുണ്ട്, നമ്മുടെ സിഡ്കോയിൽ വരാറുണ്ട്. ഓ, തൃശ്ശൂർ ഈ ഏതെങ്കിലും സ്കൂൾ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ അങ്ങോട്ടൊന്നും മാർക്കറ്റിംഗ് ഒന്നും ആയിട്ടില്ല മാഷെ. ഏ, ഇല്ല. ഏ, ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ വിട്ടിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതാണ് ശ്രീജിത്ത് സാറ് പറഞ്ഞ അതെ. ഏജൻസി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനു മുമ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതില് ഞാനും മറ്റുള്ളവരും ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സീസൺ വൈസ് ആണ്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ബിസിനസ്സിനെ കാട്ടി ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ടീമിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് ഒരു ടഫസ്റ്റ് മാറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ മെയ് തുടങ്ങിയല്ലേ ഉണ്ടാവുള്ളൂ? മെയ് ജൂൺ ജൂലൈ അതെ, മെയ് 3 മാസമല്ലേ ജൂൺ. ഉള്ളൂ? കറക്റ്റ് കറക്റ്റ്, ഈ ഈ 3 മാസം. ഈ 3 മാസത്തേക്ക് മാത്രം വെക്കണം. അത് കഴിഞ്ഞ് അവർ വിടണം. അല്ല അടുത്ത 3 മാസം വീട്ടിൽ വരാൻ പറയണം. ഇല്ല, അത് തന്നെയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ഈ എന്താണ് ടീമിനെ കൊണ്ടുവരുന്നതും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ഒരു വലിയൊരു പ്രോസസ് ആകുന്നു. കാരണം ഇതിനകത്ത് ആരുടെ അടുത്ത് നമുക്കൊരു കോഷൻ ഫീയോ ഒരു ഡെപ്പോസിറ്റ് ഫീയോ ചോദിക്കാൻ പറ്റുന്നില്ല. ഉം. ഇപ്പൊ കണ്ണൂരിൽ നമുക്ക് ഇതുപോലെ ഒരു 2 വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ആക്റ്റീവായിട്ടൊക്കെ നിന്നിരുന്നു. പക്ഷെ ഞാൻ അവർക്ക് ഒരുപാട്, ഇപ്പൊ രാവിലെ നിങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് രാവിലെ ഒരു 10 മിനിറ്റ് എങ്കിലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു മീറ്റപ്പ് നടത്താം, വയ ഫോൺ കോളിൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർക്ക് കിട്ടിയ ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. അതെ, ഞാൻ ഓബ്വിയസ്ലി പറയുന്നത് ഞങ്ങളുടെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവര് 2 മാസം, ഇപ്പൊ മാഷിന്റെ മക്കളും എല്ലാം സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരിക്കാം, അറിയാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള കുറെ പേരുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ എന്റെ പഠിക്കും. എന്റെ മോൾക്ക് ഈ മാസമാണ് കിട്ടിയത്. ഓഗസ്റ്റിലാണ് അവർ ഐ ഡി കാർഡ് കിട്ടിയത്. ഞാൻ സ്കൂളുകളുടെ അടുത്ത് പറയുന്ന 3 അപ്രണ്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒട്ടുമിക്ക 99.9% സ്കൂളുകാരും ഫേസ് ചെയ്യുന്നതാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്, സ്കൂളുകൾ തുറന്ന് ഏകദേശം ഒരു 2 മാസം അല്ലെങ്കിൽ 45 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് ID കാർഡ് കിട്ടുന്നത്. ശരിയോ തെറ്റോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തന്നെ കിട്ടുന്ന കാർഡിൽ അച്ഛന്റെ പേര് മിസ്റ്റേക്ക് വരും, അഡ്രസ്സ് മിസ്റ്റേക്ക് വരും, കോൺടാക്ട് നമ്പർ മിസ്റ്റേക്ക് വരും, കുട്ടിയുടെ സ്പെല്ലിംഗ് പോലും മിസ്റ്റേക്ക് വരും. കാരണം ഇത് അവിടെ ചെന്ന് അവർ ടൈപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മൂന്നാമത്, കിട്ടുന്ന കാർഡ് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നുണ്ട്. ഈ മൂന്നിനും ഉള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കാരണം എനിക്ക് ഏറ്റവും വലിയൊരു ലക്ഷ്യമുണ്ട്, ജൂൺ 1-ാം തീയതി 12 മണിക്ക് എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും. നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിൽ കൂടെ സ്കൂളുകാർ സഹകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ അപ്പോ അതിന് അത് മെയ് മാസം തുടങ്ങിയാണോ സ്റ്റാർട്ട് ചെയ്യണത്, അതോ ഏപ്രിൽ? ഞങ്ങള് ചില സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ID കാർഡ് ചെയ്യാൻ 1000 കുട്ടികളുടെ ID കാർഡ് ചെയ്യാൻ ഞാൻ ലൈവ് പ്രൂഫണായിട്ട് കാണിച്ചു തരാം. മാക്സിമം പോയി ഞാൻ 20 മിനിറ്റ് എടുക്കും. ID കാർഡ് ഞാനല്ല ചെയ്യുന്നത്, സ്കൂളുകാരെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യുവാൻ കഴിയും.
ഈ ഒരു ഡ്രിവൺ പ്രോസസ്സിലോട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇതിനെ ഇപ്പൊ സ്കൂൾസിൽ ക്യാൻവാസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയ്യിലാണോ അതോ ഏപ്രിലാണോ പോകുന്നത് ചോദിച്ചത്? അതോ ഏപ്രിലാണ് പോകുന്നത്. കാരണം മാർച്ചിൽ നമുക്ക് ഒരു എൻട്രി കിട്ടത്തില്ല. ഏപ്രിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസമാണ് അപ്പോൾ വർക്കുള്ളൂ. മാർക്കറ്റിംഗ് അപ്പോൾ ജൂണിലൊക്കെ ഏകദേശം ഞാൻ ഈ വർഷം ഒരു 16-ാം തീയതി അടുപ്പിച്ച് തന്നെ എല്ലാം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് +2 കോളേജ് വൈസിലുള്ള ഇതാണ് നമ്മൾ ഇപ്പൊ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലുള്ള ഒരു ഹ്യൂജ് ഓർഡർ നമുക്ക് വരണം എന്നില്ല. സ്കൂൾസിലാണല്ലോ ഹ്യൂജ് വരുള്ളൂ അല്ലേ? 1000-ഉം 2000 ഒക്കെ വരണമെങ്കിൽ സ്കൂൾസിൽ വരണം. കാരണം ഇതിനകത്തുള്ള ഏറ്റവും മെയിൻ ഫാക്ടർ ഇപ്പൊ നിങ്ങളെ പോലെ 8 മണിക്കൂറും 10 മണിക്കൂറും എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. ദൈവത്തിനോട് അതിനോട് ഏറ്റവും വലിയൊരു കുറ്റം പറയുന്ന ഒരാളും കൂടെയാണ്. ഈ 3:30 മണി മുതൽ 9:30 മണി മുതൽ 3:30 മണി വരെ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ കിട്ടുന്ന ഈ 5 മണിക്കൂർ നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. തീർച്ചയായും 3:30 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ കുട്ടികൾ ഓടുന്നതന്നെ ഫസ്റ്റ് ആയിട്ടായിരിക്കും ടീച്ചർമാർ ആരെങ്കിലും അധ്യാപകരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും സോറി. പക്ഷെ അതിലുള്ള നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേസ് നിങ്ങൾക്ക് ഫുൾ ഡേ കിട്ടും. സാറ്റർഡേസ് സ്കൂൾസ് ഇല്ലല്ലോ. ഈ മാസം ഞങ്ങൾക്ക് ഏകദേശം 1, 2, 3, 4, 5 ലീവ്, 5 അല്ല 6 ലീവ് കിട്ടുന്നുണ്ട്. ആ ദിവസങ്ങളിൽ പോകാലോ, സ്കൂളിൽ പോകാലോ. സ്കൂളിൽ പ്രിൻസിപ്പളും മാനേജറും ഉണ്ടാവുമല്ലോ. ആരും കാണത്തില്ല. ഗവൺമെന്റ് അവധിയല്ലേ? ഓ, ഗവൺമെന്റ് അവധിയിലല്ലേ? അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ല, അതൊക്കെയാണല്ലോ നമ്മളുടെ വർക്കിനെ നമുക്ക് കൂടുതൽ ഗുണകരമാക്കുന്നത്. അല്ല, നമുക്ക് എത്ര ഹഡിൽസ് ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നുള്ളൂ. ഹഡിൽസ് അല്ലെങ്കിൽ ഈസി ആയിരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. കാര്യങ്ങളൊക്കെ എങ്ങനെ? ചർച്ച നടക്കട്ടെ. ഞാനും കൂടി ആ ചർച്ചയിൽ ഇങ്ങനെ ഉണ്ടാതിരുന്നോളാം. ഇങ്ങനത്തെ ചർച്ചകളല്ലേ നമ്മള് ചെറിയ ചെറിയ ചർച്ചകളിൽ നിന്നാണ് വലിയ വലിയ കോൺസെപ്റ്റുകൾ ഈ ലോകത്ത് ഉണ്ടാകുന്നത് അല്ലെ? പിന്നെ എന്താണ് കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയും. നല്ല സെയിൽസ് ക്ലോസിംഗ് മെത്തേഡ് പഠിച്ചിട്ട് ആരെങ്കിലും ഒക്കെ പയറ്റി നോക്കിയോ? വല്ലവർക്കും വല്ലതും നടന്നോ? ഓക്കെ. അപ്പോ എന്താണ്, വളരെ ആളുടെ എണ്ണം കുറവാണ്. അവസാനാവും തോറും മറ്റേ ക്രിക്കറ്റിൽ പറഞ്ഞ ലാസ്റ്റ് 2 days ആണ്, ലാസ്റ്റ് 2 ബോൾ ആണെന്ന്. അപ്പൊ നമ്മള് നമ്മുടെ വെന്യൂ അനൗൺസ് ചെയ്തു. ഓഗസ്റ്റ് 15 വെന്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നോർത്ത് 7 എന്ന് പറയുന്ന ഹോട്ടലാണ്. എറണാകുളത്ത് കണ്ടവർക്ക് അറിയാം. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. ഏകദേശം ഒരു 500 മീറ്റർ നടക്കാനുള്ള ദൂരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഒരുപാട് ദൂരമൊന്നുമില്ല. പ്രസിഡൻസി ഹോട്ടലിലേക്ക് അടുത്തായിട്ട് വരും. പുതുതായിട്ട് തുടങ്ങിയ ഷീ ലോഡ്ജ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പ്രൊജക്ടിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും 11 മണി എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ നേരത്തെങ്കിലും തുടങ്ങണം, 10:30-ക്കെങ്കിലും തുടങ്ങണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. നേരത്തെ തുടങ്ങിയാൽ കുറെ കാര്യങ്ങൾ പഠിക്കാം. നേരത്തെ നിർത്താമെന്നല്ല, നേരത്തെ തുടങ്ങിയാൽ കുറെ കൂടുതൽ കാര്യങ്ങൾ കൂടി പഠിക്കാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഏകദേശം 30 പേരോളം നമ്മുടെ രജിസ്ട്രേഷനായി. ഒരു വലിയ നമ്പർ തന്നെയാണ് ആക്ച്വലി. ഇനിയും നമുക്ക് ഏകദേശം എത്ര ദിവസമുണ്ട്? 5-6 ദിവസം അപ്പോഴും കിടപ്പുണ്ട്. അപ്പോ അവിടെ സ്ഥലമുണ്ട്. 30 ആദ്യം നോക്കിയിരുന്നത്. പക്ഷെ എന്താ, അവിടെ സ്ഥലമുണ്ട്. ഏകദേശം 40 പേർക്ക് ഇരിക്കാം. 40-45 പേര് വരെയൊക്കെ ഇരിക്കാവുന്ന സീറ്റ്. 70 പറയുന്നുണ്ടെങ്കിൽ കൺജസ്റ്റഡ് അല്ലാണ്ടിരിക്കാൻ 45 പേരൊക്കെ ഇരിക്കാം. അപ്പൊ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഇപ്പോഴും ചിലർക്ക് സ്വാതന്ത്ര്യം വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. 1947 ഓഗസ്റ്റ് 14 രാത്രി 12 മണിക്ക് കിട്ടിയതല്ല സ്വാതന്ത്ര്യം. അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രോബ്ലംസും ഓവർകം ചെയ്തിട്ടാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലെ സ്വാതന്ത്ര്യത്തിനും ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്യാനുണ്ട്. ഇപ്പൊ തുടങ്ങിയാലോ? ഇന്നലെ നമ്മൾ ബേസിക്കലി സംസാരിച്ച കാര്യം എങ്ങനെയൊക്കെ സെയിൽസ് ക്ലോസിംഗ് നടത്താം എന്നുള്ളതായിരുന്നു. ആ സെയിൽസ് ക്ലോസിംഗില് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ നടത്തി ഇന്നലെ. അഭിരാമ്, ഇന്നലെ ഒരു മിസ്സിംഗ് സെഷൻ ആയിരുന്നു കേട്ടോ. റെക്കോർഡിംഗ് ഇന്ന് കയറുള്ളൂ. എല്ലാ റെക്കോർഡ്സ് കൂടി ചെറിയ ലാപ്ടോപ്പിൽ ടെക്നിക്കൽ ഇഷ്യൂസ്.
റെക്കോർഡിങ്സ് വരും. അല്ല റെക്കോർഡിങ്സ് റെക്കോർഡിങ്സ് യെസ് വരും. ഹരിദാസ് ഏട്ടൻ പറയും ഇന്നലത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. ഹരിദാസ് ഏട്ടൻ ഒന്ന് പറയാം. ഹരിദാസ് ഏട്ടൻ രാവിലെ ശബ്ദമൊക്കെ ഒന്ന് കേട്ടു നോക്കും. ഉഷാറാവട്ടെ. ഞാൻ ഇന്നലെ വളരെ സൂപ്പർ അല്ലായിരുന്നു ശരിക്കും. ഞാന് സാറിനോട് പറഞ്ഞിരുന്നില്ലേ ഒരു റിപ്പോർട്ടിംഗ് കമ്പനിയുടെ ആ അന്വേഷണം. അത് ഇന്നലെ അവര് റിട്ടേൺ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ അപ്പൊ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് അവർക്ക് സാമ്പിള് അയച്ചു കൊടുക്കാൻ പറ്റുന്നു. സാമ്പിൾ ഇന്ന് അയച്ചു കൊടുക്കുക. ഉം, ബാക്കി കാര്യങ്ങൾ അത് അവർ ഉപയോഗിച്ചതിന് ശേഷം പറയാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഉം, 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 ഉം. അത് കൂടാതെ ഇപ്പൊ ഇന്ന് 2 ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഗുജറാത്തിലെ ഉം. 2 ആളായിട്ട് ചർച്ച ഉണ്ടെന്ന്. ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഹരിദാസ് ഏട്ടാ, 21 ദിവസം മതി ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റാൻ. ഒരു കച്ചവടത്തിന്റെ ജീവിതത്തിന്റെ രീതി മാറ്റാൻ. എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്തത് ഒറ്റ കാര്യമുള്ളൂ. അതായത് ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ മെന്റർ, ഞാൻ ഇത്രയും കാലം എന്റെ മെന്റർ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ മെന്റർ ജീവിതത്തിൽ കാണിച്ചു തന്നതും എന്നെ ഇതുപോലെ സെഷൻസിന് നടത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു 4 അക്ഷരമുണ്ട്. CRDA എന്ന് ഞാൻ വിളിക്കും. പുള്ളി അങ്ങനെ വിളിക്കാറില്ല, പക്ഷെ ഞാൻ അതിനെ കുറച്ച് പെട്ടെന്ന് ഈസിയാക്കാൻ വേണ്ടി CRDA, കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. 21 ദിവസം നമ്മൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 6 മണിക്ക് വരുന്നു, സംസാരിക്കുന്നു 1 മണിക്കൂർ. എന്താ മാറിയത്? ബേസിക്കലി ഹരിദാസ് ഏട്ടന്റെ പ്രൊഡക്റ്റ് മാറിയിട്ടില്ല, മുനീർ ഭായിയുടെ പ്രൊഡക്റ്റ് മാറിയിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പ്രൊഡക്റ്റ് മാറിയിട്ടില്ല. ഈ കേരളത്തിൽ അവസ്ഥകൾ ആക്ച്വലി ദുരിതം കൂടുക ചെയ്ത്. ആഗസ്റ്റ് 1-ന് ശേഷം പ്രളയം, മഴ, പ്രോബ്ലംസ്, നമ്മുടെ ഫീൽഡ്, നമ്മുടെ മാർക്കറ്റ് ബേസിക്കലി മഴ കൊണ്ടും മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് ഡൗൺ ആവുക ചെയ്ത്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ബേസിക്കലി പലരും പറയും ഇന്ററാക്റ്റീവ് സെഷൻസ്. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എന്റെ പഠിക്കാം അല്ലെങ്കിൽ ഞാൻ ട്രെയിനിങ് എടുക്കാം, ടീച്ചിങ് എടുക്കാതെ ഞാൻ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ മെസ്സേജ് ചർച്ച ചെയ്യുക എന്നുള്ളത്. ആ ചർച്ചകൾക്ക്, അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച നടക്കട്ടെ, ഞാനുണ്ട് എന്ന് പറഞ്ഞത്. ആ ചർച്ചകൾക്കാണ് വാല്യൂ. ആ ചർച്ചകളാണ് ഹരിദാസേട്ടന്റെ മൈൻഡ് സെറ്റ് മാറ്റിയത്, മുനീർ ഭായിയുടെ മൈൻഡ് സെറ്റ് മാറ്റിയത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും. എനിക്ക് തോന്നുന്നു പിങ്കി ജീവിതത്തിൽ ആദ്യമായിട്ട് പിങ്കിക്ക് സ്വന്തം എന്ന് പറയാൻ, അതായത് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് പിങ്കി ആദ്യമായിട്ട് ഇന്നലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഇല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ഉറപ്പാണ്. ഇതുവരെയൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാക്സിമം പോയി അവനവനെന്ന് പറയാൻ വേണ്ടിയിട്ട് മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്, അവനവനല്ല. പക്ഷെ അവനവന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു കാര്യം ചെയ്തു. ഇതുപോലത്തെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ. ആ മാറ്റങ്ങളാണ് കൺസിസ്റ്റന്റ് റിപ്പീറ്റഡ്, കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. ഏത് കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ 21 ദിവസം കൊണ്ട് അത് ശീലമായിട്ട് മാറുകയും 6 മണി ഫൈസൽ ഭായൊക്കെ സൗദിയിൽ, ഇപ്പൊ നാട്ടിലുണ്ട് അല്ലെ, സൗദിയിലായിരിക്കുമ്പോ പോലും അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് 3:30 മണിക്ക് ഇരുന്ന ആളിപ്പോ അവിടെ വന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, 6 മണിക്ക് ഇവിടെ വന്നിരിക്കുക. എന്തേ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ചു ദിവസം കടന്നുറങ്ങിക്കൂടെ? ഇതാണ് നമ്മൾക്ക് വന്ന മാറ്റം. തിരക്കുകൾ പറയുകയായിരുന്നു നമ്മളൊക്കെ. ഇതാ അജ്മൽ ഭായി ഷോപ്പിലെത്തി തോന്നുന്നുണ്ട്. ഓരോരുത്തരും അങ്ങനെയാണ്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വയമേവ റെഡി ആയത് കൊണ്ടാണ് കഴിഞ്ഞ 20 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ എന്നാ തുടങ്ങാം. എന്താണ് നിങ്ങൾ നേരിടുന്ന സെയിൽസിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു 21 ദിവസത്തെ ഫ്രീ ക്ലാസ്സുകളിൽ അവസാനത്തെ 2ാമത്തെ സെഷൻ. നാളെ നമ്മൾ പ്രത്യേകിച്ച് സെഷൻസ് ഒന്നും, ടോപ്പിക് ഒന്നും കവർ ചെയ്യുന്നില്ല. നാളെ നമുക്ക് പൊതുവായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഈ ഒരു 21 ഡേയ്സിലെ ചലഞ്ചിലെ നമ്മളെടുത്ത ചലഞ്ചിൽ 21 ദിവസം. ഞാൻ
21 ദിവസം ക്ലാസ് കണ്ടിന്യൂസ് എടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടായെന്ന് പറയുമ്പോൾ അപ്പൊ എന്നാ നമ്മൾ നിർത്തുന്നില്ല. നമ്മൾ എന്തായാലും ഓഗസ്റ്റ് 19 തൊട്ടിട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുപോലെ രാവിലെ 6 മണിക്ക് ഉറക്കമൊഴിച്ച് വന്നിരിക്കാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ സുസ്വാഗതം. ഓക്കെ, പുതിയ ആളുകളോട് പറയണം വന്ന മാറ്റങ്ങൾ. ഹരിദാസേട്ടൻ പറയുന്നത് എനിക്ക് ഉറപ്പാണ്. ഹരിദാസേട്ടന് വന്ന മാറ്റത്തെക്കുറിച്ചും അവനവന് വന്ന മാറ്റത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പറയണം. കാരണം ബിസിനസ് ഒരിക്കലും ഒറ്റയ്ക്ക് വളർത്താനുള്ളതല്ല, വിൻ വിൻ സിറ്റുവേഷൻ ആണ്. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ വിജയിക്കുന്നു. നിങ്ങളുടെ കസ്റ്റമർ വിജയിക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ കൂടുന്നു. നിങ്ങളുടെ വാല്യൂ കൂടുമ്പോൾ എന്ത് നടക്കുന്നു? നിങ്ങളുടെ വില കൂടുമ്പോൾ എന്ത് നടക്കുന്നു? നിങ്ങൾക്ക് പ്രൈസ് കൂട്ടാം. നിങ്ങളുടെ റേറ്റ് കൂടുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടും. ഇതിനൊക്കെ കുറെ കഥകളുണ്ട്, ഇതിനെ കണക്ട് ചെയ്ത് കിടപ്പുണ്ട്. അല്ലാതെ ഒരു സുപ്രഭാതത്തിലൊന്നും ഹരിദാസേട്ടൻ കോടീശ്വരനാവില്ല. അതിന് ഒരുപാട് ആക്ടിവിറ്റികൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു നമുക്ക് 21 ദിവസം 20 ദിവസം നടന്നു പോയത്. കിടന്നുറങ്ങിയവൻ ജീവിതത്തിൽ നന്നാത്തവൻ അവൻ അവിടെ കിടന്നുറങ്ങട്ടെ നീ. നമ്മൾ രാവിലെ ഉറക്കൊഴിച്ചുകൊണ്ട് 20 പേര് 200 പേരിൽ 20-30 പേര് മാറാൻ തീരുമാനിച്ചില്ലേ? അതന്നെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ആദ്യം തൊട്ടിട്ട് അവസാനം വരെ നമ്മുടെ കൗണ്ട് 30ആണ്. അതിൽ പലരും വന്നു, പലരും ഇറക്കി വെച്ച് ഇറങ്ങിപ്പോയി. അത് നമ്മുടെ വിഷയമല്ല. ശരിയല്ലേ? എന്താ സെയിൽസിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ? എന്തൊക്കെ സെയിൽസിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ? പറയൂ, ഓരോരുത്തർ പറയും. കച്ചവടമല്ല, എല്ലാവരും ചിന്തിക്കുന്നത് സാറേ സെയിൽസിൽ ക്ലോസിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലോസിംഗ് വരാൻ കോമ്പറ്റീഷൻ. ഓക്കെ, അതന്നെ, ക്ലോസിംഗ് ഇല്ല. എന്താ കാരണം? അതിന് പല കാരണങ്ങളും കണ്ടുപിടിക്കും. കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ നമ്മള് മറ്റേ പ്രൊഡക്റ്റിന്റെ റേറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ നമ്മളായിട്ട് കണ്ടുപിടിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ കണ്ടുപിടിച്ച തെറ്റെന്താ? നിങ്ങളുടെ ഉള്ളിൽ കണ്ടുപിടിച്ച തെറ്റെന്താണ്? ആ തെറ്റാണ് ആക്ച്വലി നിങ്ങളുടെ സെയിൽസ് ഇല്ലാതെക്കുന്നത്. അത്രയ്ക്ക് പറയുള്ളൂ. നാട്ടിൽ കോമ്പറ്റീഷൻ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ പ്രൈസിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, വാല്യൂവിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, ആക്ടിവിറ്റികളുടെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ആക്ടിവിറ്റികളാണ്, നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റികൾ ചെയ്യാതിരിക്കുമ്പോഴാണ് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നത്, സെയിൽസ് കുറയുന്നത്. അത് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓരോരോ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഓരോരോ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ സെയിൽസ് പ്രോസസ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചിരുന്നു അല്ലെ? സെയിൽസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചിരുന്നു അല്ലെ? സെയിൽസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോ ഈ സെയിൽസ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, അത് പ്രോസ്പെക്ടിങ്, പുവർ പ്രോസ്പെക്ടിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക്. 2, ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിലെ മിസ്റ്റേക്ക്. 3, ഫോളോ അപ്പിൽ ചെയ്യുന്ന മിസ്റ്റേക്ക്. ഈ 3 കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അതല്ലാതെ അമ്പിളി പറഞ്ഞ പോലെ കോമ്പറ്റേറ്ററെ മനസ്സിലാക്കാതെ പോവുക, അല്ലെങ്കിൽ കോമ്പറ്റേഷൻ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ്, നമ്മുടെ മറ്റുള്ള ഇഷ്യൂസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ബേസിക്കലി നമ്മുടെ മുന്നിൽ ഈ 3 കാര്യത്തിൽ വരുന്ന തെറ്റുകൾ കൊണ്ടാണ് ബഹുഭൂരിപക്ഷം സെയിലും ക്ലോസ് ആകുന്നത്. ഓരോരോ എക്സാമ്പിൾ ഞാൻ പറയുന്നു. നിങ്ങളുടെ സ്വയം ചിന്തിച്ചോളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസ്പെക്റ്റിംഗ് നടത്താത്തത് കൊണ്ടായിരിക്കും. എന്താ പ്രോസ്പെക്റ്റിംഗ്? മാർക്കറ്റിംഗ് നടത്താത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞ് കസ്റ്റമർ പറയുന്ന ഞാനൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, അതിന്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം. ക്ലിയർ? അതിന്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം അതിനുള്ള ഒരു പ്രശ്നം. 3ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഫോളോ അപ്പിലെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്ന രീതികള്, അല്ലെങ്കിൽ ഫോളോ അപ്പിനോട് നിങ്ങൾ എടുക്കുന്ന അപ്രോച്ച്, നിങ്ങൾ കസ്റ്റമറോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബേസിക്കലി ഈ ഒരു പ്രോബ്ലംസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഇത് 3 നമുക്കിന്ന് സംസാരിക്കാം. പ്രോസ്പെക്ടിങ്ങിന് എന്താണ് പ്രശ്നം?
24 മണിക്കൂറും ഒരു നിമിഷം പോലും മാറാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശ്വാസോച്ഛ്വാസം, അല്ലെ? വായു അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഓക്സിജൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ വളരെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ പെടഞ്ഞു വീണ് മരിക്കും. നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നു. ഇതില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാം, കുഴപ്പമില്ല. വെള്ളം കുടിക്കാണ്ട് നമുക്ക് കുറച്ചു കാലം ജീവിക്കാം, ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാം. ശ്വാസം എടുക്കാൻ പറ്റാതെ പറ്റുമോ? നിങ്ങളുടെ ബിസിനസ്സിൽ ശ്വാസം എടുക്കുന്ന പോലെ തന്നെ 24 മണിക്കൂറും ചെയ്യേണ്ട പ്രോസസ്സിന്റെ പേരാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. 24 അവർ ചെയ്യേണ്ട, ഈച്ച് ആൻഡ് എവരി മിനിറ്റിൽ ചെയ്യേണ്ട ഈ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ബിസിനസ് പലതും നടുവിൽ വീണ് മരിക്കുന്നത്, ശ്വാസം കിട്ടാതെ പെടയുന്നത്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പാവട്ടെ, നിങ്ങളുടെ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറുടെ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ കസ്റ്റമർ എന്ത് ടൈപ്പ് കസ്റ്റമർ ആയിക്കോട്ടെ, നാട്ടില് മാർക്കറ്റിൽ പൈസയുണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി. നോട്ട് നിരോധനമല്ല, വേറെ എന്ത് നിരോധനം വന്നു കഴിഞ്ഞാലും അത് വരണോട്ടെ. നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെയിലി മിനിറ്റ് വൈസ് നിങ്ങൾ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെട്ടിയിൽ കാശുണ്ടായിരിക്കും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ അറിയാതെ പണം വന്നിരിക്കും. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ബിസിനസ്, ഇവിടെ പലരുടെയും ബിസിനസ് ട്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടും ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും പലരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും ശമ്പളം ബിസിനസ് ചെയ്യുന്നത് അവനവന്റെ സ്റ്റാഫിന്റെ സാലറി കൊടുക്കാൻ, കമ്പനിയുടെ റെന്റ് കൊടുക്കാൻ, അതേപോലെ തന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന പണം കടം തിരിച്ചു കൊടുക്കാൻ. എത്ര രൂപ നിങ്ങൾ മാർക്കറ്റിംഗിലേക്ക് ഡെയിലി ഇടുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന എന്റെ ചില സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അനിലിനെ പോലെ ആൾക്കാരോട് ചോദിച്ചു, പണം കടം മേടിച്ചിട്ടാണ്, 5 പൈസ കയ്യിലില്ലെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും മാർക്കറ്റിംഗ് നിർത്തരുത് എന്നുള്ളതാണ് എന്റെ പോളിസി. ഒരു തരത്തിലല്ലെങ്കിൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം, അതല്ല, നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് നിർത്തരുത്. ഹരിദാസ് ഏട്ടാ, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഒരു കാര്യമായിട്ടുള്ള റിസൾട്ട് വരുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ 21 ദിവസം എന്റെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ആളുകളോട് ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. പ്രോസ്പെക്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? രാവിലെ 6 മണിക്ക് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ പ്രോസ്പെക്റ്റിംഗ് നടത്തുന്നതിനെ കുറിച്ചിട്ട്? അതാ ചെയ്തുകൊണ്ടിരുന്നത്. 24 മണിക്കൂറും പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം, കിടക്കുമ്പോ ഉറങ്ങുമ്പോ. അത് ചെയ്താലുള്ള ഗുണം എന്താണ്? നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരിക്കലും കസ്റ്റമർ ആവില്ലെന്ന് വിശ്വസിച്ചവർ പോലും നിങ്ങളുടെ അടുത്ത് കാശ് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ സർവീസ് കൊടുത്താൽ മതി. എന്തൊക്കെ പ്രോസ്പെക്റ്റിംഗ് ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിപ്പോഴും പറഞ്ഞ് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. സോണിച്ചേട്ടൻ നിങ്ങളുടെ വരുമാനത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സോണിച്ചേട്ടൻ ഐഡിയ ഉണ്ടായിരിക്കും. സോണിച്ചേട്ടൻ എത്ര പെർസെന്റേജ് ആണ് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സോണിച്ചേട്ടന് അറിയണ്ടായിരിക്കും. കഴിഞ്ഞ മാസത്തെ സാലറി എത്ര എമൗണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണിച്ചേട്ടൻ അറിയണ്ടായിരിക്കും. കഴിഞ്ഞ മാസം എത്ര രൂപ നിങ്ങൾ മാർക്കറ്റിങ്ങിന് ചെലവഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കില്ല. അത് ഇവിടെ ഇരിക്കുന്ന പകുതിയിലധികം ആളുകളുടെ പ്രശ്നം അത് തന്നെയാണ്. എന്നിട്ട് പറയുകയാണ്, സാറേ കച്ചവടം ഇല്ലാതെ. നിങ്ങൾ ഒരു ചെടി നട്ടാൽ, ഒരു വിത്ത് നട്ടാൽ പോരാ, ആ വിത്തിന് വെള്ളം ഒഴിക്കണം, വളം നൽകണം. റബ്ബർ കർഷകരുണ്ടായിരിക്കും ഇവിടെ, അല്ലെ? റബ്ബർ ഒരു
വലുതായി കഴിഞ്ഞ് വെട്ടാൻ തുടങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ വെള്ളവും വളവും നിർത്തുവോ? ആർക്കൊക്കെ ഇവിടെ റബ്ബർ ഉണ്ട്? വെള്ളവും വളം നിർത്തുവോ? എല്ലാ വർഷവും നിങ്ങൾ അതിന്, അല്ലെങ്കിൽ ഓരോരോ ടൈം പീരീഡിൽ നിങ്ങൾ അതിന് കൃത്യമായിട്ട് വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കില്ലേ? വെള്ളം നമുക്ക് മഴയിൽ നിന്ന് കിട്ടുന്നൊക്കെ, വളം കൊടുത്തുകൊണ്ടിരിക്കുവോ? എന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചപ്പോ അമ്മ പറയാണ്, അതെ ജൂൺ മാസത്തില്, ആ ജൂൺ സമയത്ത് മഴ തുടങ്ങുന്ന സമയത്ത്, അച്ഛൻ എവിടെ? അപ്പൊ പറയാണ്, അതെ തൊടിയിലാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് പറമ്പ് എന്ന് പറയുന്നത് തൊടി എന്ന് പറയും, തൊടിയിലാണ്. അതെന്താന്ന് പരിപാടി? അത് മറ്റേ മോഹനേട്ടൻ വന്നിട്ട് ആ തെങ്ങിന്റെ ചോടൊക്കെ ഒന്ന് കളക്കുകയാണ്. എന്നിട്ടൊന്ന് മഴ വരികയല്ലേ എന്തായാലും, അപ്പൊ ഒന്ന് കളച്ച് കുറച്ച് വളമൊക്കെ ഇട്ട്, കുറച്ച് പച്ചല വളമൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. 28, 30 പോരാ, 35 വർഷത്തോളമായി എന്റെ ഞങ്ങളുടെ വീട് വന്നിട്ട്. അന്ന് തൊട്ട് അതിന്റെ കുറെ കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ തെങ്ങ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ 35 വർഷവും എന്റെ വീടിന്റെ മുന്നില് ഈ നിൽക്കുന്ന തേങ്ങ എനിക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും എന്റെ അച്ഛൻ കൊടുക്കുന്ന വളമാണ്. അച്ഛൻ പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ഇതാക്കുമ്പോ അത് ആ തെങ്ങിന്റെ ചോട്ടിലേക്ക് ഒഴിച്ചേരുന്ന് പറയും. നമ്മൾ പാത്രം കഴുകുകയാണെങ്കിലും, അല്ലെങ്കിൽ വായിൽ വെള്ളമാക്കിയിട്ട് പിള്ളേരൊക്കെ വീടിന്റെ മുറ്റിലൂടെ ഓടുമ്പോ പല്ലൊക്കെ തേച്ചിട്ട് പറയുമ്പോൾ അതിന്റെ ചോട്ടിലേക്ക് അങ്ങോട്ട് തുപ്പിക്കോന്ന് പറയും. ആ ഒരു തുള്ളി വെള്ളം കൂടി പുറത്തു പോവാണ്ട് അതിന്റെ ചോട്ടിലേക്ക് എത്തിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്നും എന്റെ വീട്ടില് ചെലവിനുള്ള നാളികേരം തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ തന്നെയാണെന്ന് എനിക്കറിയാം. ഇവിടത്തെ പോലെ തന്നെ അവിടത്തെ. ഇതൊക്കെ അറിയാവുന്ന നമ്മൾ നമ്മളുടെ ബിസിനസ്സിലേക്ക് എത്ര രൂപ ഇട്ടിട്ടുണ്ട്? ജുഹൈന, ഞാൻ കറക്റ്റേ പറയാറുള്ളൂ. കറക്റ്റ് ആണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സീരിയസ്ലി, ഒരു മിനിറ്റ് നിർത്തിപ്പോരുത്, ഒരു സെക്കൻഡ് നിർത്തിപ്പോരുത് നിങ്ങളുടെ പ്രോസ്പെക്ടിങ്. ഹരിദാസേട്ടൻ പറഞ്ഞു എക്സ്പോർട്ടിങ്ങിന് ഒരാൾ വന്നിട്ടുണ്ട്. മറ്റേത് ഹരിദാസേട്ടാ, നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ ഇട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അറിയാതെ. അത് 24 മണിക്കൂറും രാത്രി 2 മണിക്ക് നോക്കുന്നവനും കാണുന്നുണ്ട്. ഇതുപോലത്തെ പോസ്റ്ററുകൾ ഇടാൻ, ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യാത്തത് കൊണ്ടാണെന്നേ. പുവർ പ്രോസ്പെക്ടിങ് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇത് പറയുമ്പോൾ മുഖം അറിയാതെ, തല അറിയാതെ താഴ്ന്നു പോകുന്നതിന് കാരണം പുവർ പ്രോസ്പെക്ടിങ് എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ്. അത് മാറ്റിപ്പിടിക്കുകയും നിങ്ങൾ എന്ത് ചെയ്താലും മാർക്കറ്റിംഗ് ചെയ്യുക, എന്ത് മാർക്കറ്റിംഗ് ആയിട്ട് മാറ്റുക, എന്ത് കൺവേർട്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആവട്ടെ, റിസൾട്ട് വന്നിരിക്കും. ഐ ആം വെരി മച്ച് ഷുവർ ഓൺ ദാറ്റ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ശ്രീജിത്ത് കേസി ദ ബിസിനസ് ഇൻഫ്ലുവൻസർ എന്ന പേര് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതല്ല. ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് കാൻവയിൽ ഞാൻ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ എന്റെ തല എന്റെ ഫിഗർ എടുത്ത് ഫോട്ടോ എടുത്ത് ഇട്ടിട്ട്, നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ടോ, സൊല്യൂഷൻ തരാം, ഈ പ്രശ്നമുണ്ടോ, സൊല്യൂഷൻ തരാം എന്ന് പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും തള്ളിക്കൊണ്ടിരുന്നപ്പോ എന്തോരം പേരെന്നെ കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയും നിങ്ങൾക്ക്? അവനിപ്പോ വലിയ ബിസിനസ് ഇൻഫ്ലുവൻസർ ആണ്, അവന് കോട്ടിട്ടേ നടക്കുള്ളൂ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം നാട്ടില് ലുങ്കി എടുത്തിട്ട് കല്ലിങ്കിൽ പോയി കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആളാ ഞാൻ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഏതൊരു ടീഷർട്ടും ഒരു ലുങ്കി എടുത്തിട്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പാടത്തെ വരമ്പത്തും അതുപോലെ തന്നെ അപ്പുറത്തും പോയിരുന്നുകൊണ്ടിരുന്നതാണ്. എന്തോരം പേര് ഈ ഒരു മാറ്റത്തിൽ എന്നെ കുറ്റം പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക്? ഇന്ന് ഞാൻ പറയുന്നു, എന്റെ അനിയൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്റെ ഏറ്റവും നല്ല വിമർശകൻ അവനാണെന്ന് ഞാൻ എപ്പോഴും പറയും. നിഷയും അവനാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്നെ. കുറ്റം മാത്രമല്ല കേട്ടോ, നല്ലതും പറയും. ഇല്ല എന്ന് പറഞ്ഞില്ല. ഇന്ന് എന്റെ അനിയൻ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവന്റെ ആവശ്യം എന്താ? അത് കാരണം അവൻ ജനിച്ച മുതൽ എന്നെ കാണുന്നതല്ലേ. എന്റെ പെങ്ങൾ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കൾ എന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും വിളിച്ചിട്ട് നമ്മൾ പണ്ട് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കളിയാക്കലോ. അവനൊരു വലിയ സംഭവം, മറ്റേതാ മറിച്ചതാ. ഇന്ന് അവന് കളിയാക്കാൻ അവന്റെ നാവൊന്ന് തരിക്കും, വിരലൊന്ന് പെടയും. പറഞ്ഞാൽ അതിനെതിര് പറയാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം. സിറാജിനോട് പറയുകയാണ്, ശ്രീജിത്ത് മഹാ ചെറ്റയാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറാജ് ഒന്ന് നോക്കൂ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ എന്നൊരു മറുപടിയെങ്കിലും പറയും സിറാജ്, ഉറപ്പാ എനിക്ക്. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
കഴിഞ്ഞ 3-4 വർഷങ്ങളോളം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ട ചാറ്റുകള്, ഇടയ്ക്കൊക്കെ ഇടുന്ന വീഡിയോസ്, ക്ലാസ്സുകള്, എത്ര വെബിനാറുകളാണെന്ന് അറിയാം ഹരിദാസേട്ടാ ഞാൻ ഈ പരിപാടിക്ക്. ഞാൻ ഇവിടെ എത്താൻ വേണ്ടി എന്തോരം ഫ്രീ വെബിനാറുകൾ, ഞാൻ 1 ലക്ഷം 2 ലക്ഷം രൂപ പഠിച്ച കണ്ടന്റ് ഞാൻ ഫ്രീ വെബിനാർ, രമേഷ് ഭായിന്റെ എന്റെ 2-3 വെബിനാറുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര കണ്ടന്റ്, ഈ 21 ദിവസത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വിൽക്കുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ എനിക്ക്. ഞാൻ ഫറൂഖ് ഭായിയുടെ സെയിൽസ് ട്രെയിനിങ്ങിൽ ഞാൻ പോകുന്നുണ്ട് 17-ാം തീയതി ഫറൂഖ് ഭായിയുടെ ടീമിന് വേണ്ടിയിട്ട്. ഒരു ദിവസത്തേക്ക് 4-5 മണിക്കൂറിന് വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ ചാർജ് ചെയ്യണത്? ഇതിലേക്ക് എത്തുന്നതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തിരുന്ന പ്രോസ്പെക്റ്റിംഗ് ആണ്. എന്നെ തള്ളാൻ വേറെ ആരും വേണ്ടല്ലോ, എനിക്ക് എന്നെ കുറിച്ചല്ലേ കൂടുതൽ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതും പ്രോസ്പെക്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞത് സെയിൽസ് ട്രെയിനിങ് ഞാൻ എടുക്കുന്നുണ്ടെന്നാ, മനഃപൂർവ്വം പറഞ്ഞതാ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സെയിൽസ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ശ്രീധേശ്വര പേര് ഓർമ്മ വരണം. ക്ലിയർ? കണ്ടിന്യൂസ് റിപ്പീറ്റ്. ഞാൻ എനിക്ക് ഞാൻ ഒരു 5 കാര്യങ്ങൾ എന്റെ മെന്റർ എനിക്ക് കൃത്യമായിട്ട്, ഞാനത് എപ്പോഴും ഓർക്കുന്ന കാര്യങ്ങളൊക്കെ. അതിൽ നമ്പർ 1 കാര്യമാണ് CRT. അത് പുള്ളി പാലിച്ച് കണ്ടത് കൊണ്ടാണ് ഞാനത് പാലിക്കുന്നത്. കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻ ആക്ഷൻ. തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൈ തന്നേര് കേട്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. പ്രോസ്പെക്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നിമിഷം നിങ്ങൾ നിർത്തരുത്. നിങ്ങളുടെ കസ്റ്റമർ ഈവൻ സ്റ്റാറ്റസിലെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് കമന്റ് വരണം. നിങ്ങൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത്, ഒന്നും ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് കമന്റ് വരണം. നിങ്ങളെ കസ്റ്റമർ കാണണം, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കസ്റ്റമർ കാണണം. ഈ കേവലം ഒരു ടെലികോളിംഗ് അല്ല പ്രോസ്പെക്റ്റിംഗ്. കേവലം നിങ്ങൾ സംസാരിക്കുന്ന സെയിൽസ് പ്രസന്റേഷൻ അല്ല പ്രോസ്പെക്റ്റിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അത് ചെയ്തിരിക്കണം. അതിന് പല കാര്യങ്ങൾ, ഒരു സിംഗിൾ കാര്യമല്ല, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഫെരാരി കാർ, അതിനെ വെല്ലുന്ന സാധനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടോ? ഒരു കാര്യമില്ല. എന്റെ പ്രൊഡക്റ്റേ ഫെരാരി കാറിനേക്കാൾ നല്ലതാ. ലോകത്തെ ഏറ്റവും നല്ല കാറുകളിൽ ഒന്നായിട്ടുള്ള ഫെരാരിയേക്കാൾ നല്ലതാണ് എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് വീടിന്റെ മുന്നിലെ പോർച്ചിലിടാനേ കൊള്ളത്തുള്ളൂ. ഇഫ് യു ഡോണ്ട് നോ സെയിൽസ്. മാരുതിയുടെ ബലേനോ എന്ന് പറയുന്ന കാറ്, ബലം നോ എന്ന് പറഞ്ഞ് ആക്സിഡന്റ് ആയ പൊട്ടും പൊളിയും, ഫൈബറാണ്, അതാണ് ഇതാണ്. ഇന്നും ആ കാർ എത്ര എണ്ണം വിറ്റ് പോകുന്നുണ്ട് ഡെയിലി? ഇറ്റ്സ് ബിക്കോസ് ഓഫ് പ്രോസ്പെക്റ്റിംഗ്. ആണോ? എന്താണ് ചെയ്യാൻ മടി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയണമെങ്കിൽ എക്സിക്യൂഷൻ നമുക്ക് സിംഗിൾ ആയിട്ട് സംസാരിച്ചാലേ ശരിയാവുള്ളൂ. പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തെറ്റുകൾ പറഞ്ഞുതരാം. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? ഹാൻഡിലിംഗ് ഒബ്ജെക്ഷൻസ്. ഹരിദാസേട്ടാ, നമ്മുടെ ടീമിൽ നമ്മുടെ ആളുകൾക്ക്, ഇവിടുത്തെ ഇരിക്കുന്ന സ്റ്റാഫ്, ഈ ടീമിൽ ഇപ്പൊ രമേശ് അടക്കമുള്ള അല്ലെങ്കിൽ ഫൈസൽ ഭായ് അടക്കമുള്ള ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് സെയിൽസിന് ആളെ കിട്ടാത്തതാ. സെയിൽസിന് ആളെ കിട്ടാത്തതാ, സ്റ്റാഫിനെ. നിങ്ങൾ എത്രത്തോളം വലിയ കമ്പനികളായിക്കോട്ടെ, നിങ്ങൾ എത്രത്തോളം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ സെയിൽസിന് ആളെ കിട്ടുന്നില്ല. എന്താ കിട്ടാത്ത കാരണം? ഞാനൊരു ഓപ്പൺ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു കസ്റ്റമറോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ട്, ഇവൻ ഇത് പൈസ തന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങും, അതുകൊണ്ട് കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാന നിമിഷം എത്തുന്ന സമയത്ത്, അതെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ എത്ര ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ എത്ര സ്വപ്നങ്ങൾ അവിടെ തകർന്നടിയുന്നത് നിങ്ങൾക്കറിയോ? അതോടുകൂടി നിങ്ങൾ ഡൗൺ ആവും. ഒബ്ജെക്ഷൻസ്, ഇതാണ് സെയിൽസ് ഒബ്ജെക്ഷൻ. ഇത് വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആവും. ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് എങ്ങനെ ഒരു ഒബ്ജെക്ഷനെയും റിജക്ഷനെയും പേടിയുള്ള ഒരു സെയിൽസ് ടീമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അവരെ എങ്ങനെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒബ്ജെക്ഷനെ എങ്ങനെയെങ്കിലും മറികടക്കണമെന്ന് ചിന്തിക്കുന്നത് പോലും.
ഓക്കെ, ഒബ്ജക്ഷനെ എങ്ങനെ മറികടക്കണമെന്ന് ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ ബിസിനസ് അല്ലേ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഒരു സാധാരണക്കാരെ 10,000 12,000 15,000 രൂപ മോഹിച്ചു വരുന്ന ഒരു ജീവനക്കാരൻ, അവൻ നിങ്ങളുടെ ബിസിനസിന്റെ സെയിൽസ് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് അവന്റെ മനസ്സിൽ, അവൻ ഈ ഒബ്ജക്ഷൻ വരുന്നത് പേടിയാണ്. അപ്പൊ എന്ത് ചെയ്യും? അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്ന് പറയുന്നത് ക്ലർക്കിന്റെ പണി. അവിടെ ഒരു ഒബ്ജക്ഷനും ഇല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് മുതൽ നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും നമ്മുടെ ടീച്ചർമാരും പഠിപ്പിച്ചിരിക്കുന്നത് ക്ലർക്ക് ആവാനാണ്. ക്ലർക്ക് ബാക്ക് ഓഫീസ് ജോലി മതി എന്നാ പറയാ. ഇന്നും ടാർഗറ്റ് ഇല്ലാത്ത ജോലി ഉണ്ടോ, ബാക്ക് ഓഫീസിലെ ജോലി ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടാണ് ആളുകൾ വരിക. ഏറ്റവും രസം, അങ്ങനത്തെ ജോലി കൊടുക്കാന്ന് പറഞ്ഞാലും, ഇതാ രമേശ് ഭായിയോട് ചോദിച്ചറിയാം, അങ്ങനത്തെ ജോലി കൊടുക്കാന്ന് പറഞ്ഞാലും ആളെ കിട്ടാത്ത അവസ്ഥയാണ്. ആ രമേശ് ഭായിക്ക് 2 പേരെ വേണം. എന്നോട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞു, സാറേ എവിടെ നിന്ന് ആളെ കിട്ടും? സെയിൽസ് ഇല്ല, വെറും അക്കൗണ്ടിങ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഒബ്ജക്ഷൻസ് നേരിടാൻ ബുദ്ധിമുട്ടാന്നേ. ആ ഒബ്ജക്ഷൻസ് നേരിടാൻ ബുദ്ധിമുട്ട് നിങ്ങളെ ബുദ്ധിമുട്ടുന്നു, പിന്നെ നിങ്ങളുടെ സ്റ്റാഫ് ബുദ്ധിമുട്ടാതിരിക്കൂ. ഇവരെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് ഇന്നതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ സമയത്താണ് ഓരോരുത്തർ ലിങ്ക് ചോദിക്കുന്നത്. 20 ദിവസമായി ഇന്ന് ലിങ്ക്. ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യണ്ടേ നമുക്ക് ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയോ? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, എനിക്കൊണ്ട് ഈ സെഷനിലാണോ അതോ സെയിൽസ് മാസ്റ്ററിലാണോ എനിക്ക് ഓർമ്മയില്ല. എല്ലായിടത്തും ക്ലാസ് എടുത്തിട്ട് എവിടെ പഠിപ്പിച്ചതിന് ഓർമ്മ കിട്ടില്ല. സെയിൽസ് മാസ്റ്റർ നമ്മൾ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ തന്നെ സംസാരിച്ചു അല്ലെ? ഇവിടെ തന്നെ നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് സംസാരിക്കേണ്ട രീതി എന്താണ്? നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കേണ്ട രീതി എന്താണ്? ഞാനൊന്ന് വിളിക്കാം, വീട്ടുകാരോട് സംസാരിക്കട്ടെ, ആ ബ്രോഷർ ഒന്ന് അയക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് സംസാരിക്കേണ്ടത് എങ്ങനെ? ഇങ്ങനത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ കയറി നമ്മൾ പറയും. ആ ബബ്ബ കേട്ട് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല, പിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കേണ്ടത്? അതോടുകൂടി അവൻ ആ വഴി വിടും. മനസ്സിലായോ? നിങ്ങളുടെ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? എന്തൊക്കെ ഒബ്ജക്ഷൻസ് ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്നത് എന്നും അതിനുള്ള സൊല്യൂഷനും അടങ്ങിയിട്ടുള്ള ഒരു ഡയറി കീപ്പ് ചെയ്യണം നിങ്ങൾ. അതൊക്കെ പോയി ആരോടെ സംസാരിച്ചോണ്ടിരിക്കും. നിങ്ങൾ പറയുന്ന പല സ്വകാര്യങ്ങളും ഇവിടെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഒബ്ജക്ഷൻ ഡയറി വേണം. ഒബ്ജക്ഷൻ ഡയറി എന്തായിരിക്കണം? എനിക്ക് വരേണ്ട എന്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എന്റെ കസ്റ്റമർ പറയുന്ന ഒരു ഒബ്ജക്ഷൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നാണ്, ഞാൻ വീട്ടുകാരോടൊന്ന് സംസാരിക്കട്ടെ എന്നാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറോടൊന്ന് സംസാരിക്കട്ടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസ് കൂടുതലാണെന്നാണ്, അല്ലെങ്കിൽ ഞാനൊന്ന് ബ്രോഷർ അയക്കും ഞാൻ നോക്കട്ടെ എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങി 7 ഒബ്ജക്ഷനെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ 7 ഒബ്ജക്ഷന്റെ വ്യത്യസ്തമായ വേരിയേഷൻസ് ആണ് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വേരിയേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കണം. ഒബ്ജക്ഷനുള്ള മറുപടി എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയണം. അതായത് ഞാൻ രമേശിനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രമേശ് പറയൂ വാ എന്ത് ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറ. അത് പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക, എന്റെ അടുത്ത് ഉത്തരം ഉണ്ടടാ എന്നുള്ള കോൺഫിഡൻസ് വരും. ദൈവമേ ഇപ്പൊ പറയും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്, അതോടുകൂടി ഞാൻ തീർന്നു എന്ന് പറയും. തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഫ് യുവർ ടീം ഈസ് റെഡി വിത്ത് an action, with an answer, then he will be facing that actually. കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല. അവന്റെ ജീവിതത്തിൽ ഏത് മഴ വരുമ്പോഴും വെള്ളപ്പൊക്കമല്ലേ ഇതിൽ വെറുതെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാ. എന്നാ മുനീർ ഭായിക്ക് മഞ്ചേരി ഇരുന്നിട്ട് വെള്ളത്തിന്റെ കാലിന്റെ അടി നനഞ്ഞാൽ മതി, അപ്പത്തേക്ക് പേടിയാ. ദൈവമേ വെള്ളപ്പൊക്കം, ഞാൻ എന്റെ ഇത്രയും കാലത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കളയും. സീരിയസ്ലി
ഈ വ്യത്യാസമാണ്. അതായത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം ഒബ്ജെക്ഷൻസ് വരുമെന്ന്, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം റിജക്ഷൻസ് വരുമെന്നുള്ളത്. ഈ ആന്റിസിപ്പേഷൻ ആണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒബ്ജക്ഷൻ ഡയറിയിൽ ഇരിക്കേണ്ടത്. ഇതെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീമിന് കൊടുക്കണം. എല്ലാ ആഴ്ചയും സംസാരിക്കണം. ഇന്ന് എന്തൊക്കെ ഒബ്ജക്ഷൻ വന്നു, ഇതിലുള്ള ആൻസർ ഇതിലുണ്ട്, റെഡിമെയ്ഡ് ആൻസർ ഇതിലുണ്ട്, പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ നിങ്ങളൊരു ടീമിനെ എടുത്തിട്ട് നാളെ തൊട്ട് കച്ചവടം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം കൊണ്ടുവരില്ല. നിങ്ങളുടെ കമ്പനി പോലെയല്ല. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ നോക്കുന്ന പോലെ അയലവത്തെ വീട്ടിലെ ചേച്ചി നോക്കുമോ? പറയും. 15,000 രൂപയ്ക്ക് കൊണ്ടുവരുന്ന ഒരു ആയ നോക്കുവോ നിങ്ങൾ നോക്കുന്ന പോലെ? അത്ര ചോദ്യമുള്ളൂ. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നിങ്ങളുടെ കുട്ടി അത്രയ്ക്കധികം ഇഷ്ടമാണ്. അപ്പൊ പൊന്നുപോലെ നോക്കും. ശരിയാണോ? നമ്മുടെ മറ്റേ മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് ആ ആളെ നോക്കിക്കൊണ്ട് വന്ന ആയെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് വലുതാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു പത്രങ്ങൾ. ന്യൂസ് ഒന്നും കിട്ടാഞ്ഞിട്ട് വെറുതെ എഴുതിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ. ആയ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇപ്പൊ അവിടെയാണ്, ഇതിവിടെയാണ്, ആ കുട്ടി എങ്ങനെ നോക്കി. ആ ആയ സ്വന്തം കാര്യം നോക്കാൻ കാരണം, ആ കുട്ടി എങ്ങനെ നോക്കാൻ കാരണം 2 കാരണം കണ്ടാവും. ഒന്ന്, നല്ല ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ടാവും അംബാനി, ഒന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ ആ കുട്ടിയോട് അത്രയ്ക്കധികം സ്നേഹം ഉണ്ടാവും. 2ാമത്തെ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. അംബാനി നല്ല കാശ് കൊടുത്തു. ഡ്രൈവർക്ക് 2 ലക്ഷം രൂപ ശമ്പളം. ഇവിടെ മുനീർ ഭായ് സ്വന്തം കാർ ഓടിക്കല് മാത്രമേ ഉള്ളൂ. ബുള്ളറ്റ് ഇരുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ DP ഇടാം. അത് മാത്രമേ ഉള്ളൂ, കാശ് കിട്ടുന്നില്ല. രമേശ് ഭായ്, കഴിഞ്ഞ ദിവസം ഞാൻ ഇദ്ദേഹത്തിന്റെ DP നോക്കിയപ്പോ ചെറുപ്പക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര വ്യത്യാസം. ഞാൻ ഞെട്ടിപ്പോയി. DP നോക്കിട്ടോ മുനീർ ഭായുടെ പ്രമോഷൻ. ഭയങ്കര ചെറുപ്പക്കാരൻ. ഞാനും നോക്കി. കണ്ട മുനീർ ഭായ്, ഇതാണ് പ്രോസ്പെക്റ്റിംഗ്. ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. 15-ാം തീയതി കാണാം, നേരിട്ട് കാണാം. ആഹാ, അപ്പൊ എന്തോ കണ്ടുവച്ചിട്ടുണ്ട്. 15-ാം തീയതി ഞെട്ടിക്കാനാണ്. നിങ്ങൾ എന്ത് ഞെട്ടിച്ചിട്ടും കാര്യമില്ല. എന്റെ പർച്ചേസ് കഴിഞ്ഞു. എനിക്കുള്ള മാർക്കറ്റിംഗുള്ള ടൂൾ ഞാൻ റെഡിയാക്കി. ഇന്നലെ എന്നെ വിളിച്ച കിട്ടാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. തോൽപ്പിക്കുക. നമുക്ക് അവിടെ കാണാം, ഗോതയിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബേസിക്കലി വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് സംസാരിക്കാൻ, ഉത്തരം പറയാനും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഇവിടെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ടാണ് ഒരു കൺസൾട്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയ ശ്രീജിത്ത് കേസ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്? എനിക്ക് ഒറ്റ ഒന്നേ ഉള്ളൂ, എന്തറിയും? നമുക്ക് നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. നമുക്ക് നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചോ, നമുക്ക് നോക്കാം. അപ്പൊ ഈ ചോദ്യം, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ ചോദ്യം ചോദിക്കാൻ പകുതി പേർക്ക് കോൺഫിഡൻസ് പോകും. രമേശ് ഭായിയോട് വന്നിട്ട് ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാന്ന് ഒരു കസ്റ്റമർ വന്നിട്ട് വിചാരിച്ചിട്ട്, ആക്ച്വലി ഇപ്പൊ കിട്ടുന്ന സംഭവം അല്ലല്ലോ 10 കൊല്ലം. അതായത് LIC-കാരെ, ഇൻഷുറൻസുകാരെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഇവര് പറയുന്ന കാര്യം എന്താ അറിയോ? 40 കൊല്ലം കൊണ്ട് നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ 1 കോടി രൂപ. അപ്പൊ സാധാരണ ബിസിനസ്സുകാർ, കുറച്ച് ബിസിനസ് അറിയുന്ന ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ കിട്ടണ 1 കോടി 40 കൊല്ലം കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് രമേശ് ഭായിയോട് ചോദിക്കാൻ തോന്നരുത്, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കണ്ടിട്ട്. അതാണ് നമ്പർ 1. കാരണം അവിടെ റെഡി ആയിട്ടിരിക്കുക. നീ 1 കോടിയെ കുറിച്ചല്ലേ, ചോദിക്കടാ, ഞാൻ പറഞ്ഞു തരടാ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആരുടെ മുഖത്ത് വേണം? രമേശ് ഭായിയുടെ. പിന്നെ ചോദിക്കുകയില്ല, ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കേസില് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അല്ലേ, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് രമേശ് ഭായിയുടെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ആൻസർ അവിടെ ഉണ്ടെങ്കിൽ തീർന്ന്. പിന്നെ അവിടെ ഇരിക്കുന്ന കസ്റ്റമർ, ശരി, അയാൾക്ക് എല്ലാം അറിയാം. ഹരിദാസേട്ടന്റെ ഡെസിഗേറ്റഡ് കോക്കനട്ടിനെ കുറിച്ചിട്ട് ഇപ്പോഴും നാവിലൊന്നും മുഴുവൻ വരുന്നില്ല കേട്ടോ. ആ സംഭവത്തിനെ കുറിച്ച്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഹരിദാസേട്ടന്റെ മുഖത്തുള്ള കോൺഫിഡൻസ്, ഹരിദാസേട്ടന്റെ ഷോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പണിക്കാരൻ ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോ നിങ്ങൾ കൊടുക്കേണ്ടത് ആ കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. എന്തില്? ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക. സെയിൽസ്, ഇതിൽ എത്ര പേര് സെയിൽസ് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചു വന്നവരുണ്ട്? 99.9% ആൾക്കാർ പഠിച്ചിട്ടില്ല.
ചിലരൊക്കെ എൻ്റെ ഒരു 10 ക്ലാസ് 25 ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. 25 ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാരോട് ഇവിടെ ഓരോ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു തുടങ്ങട്ടെ. എൻ്റെ സെയിൽസ് മാസ്റ്റർ ക്ലാസ്സിൽ ഇരുന്നവരോട് രഞ്ജിന് ഇതിപ്പോ എളുപ്പം ഇരിക്കണ ഇരിപ്പ് കണ്ടാൽ തന്നെ ഓടും. സീരിയസ്ലി നമ്മളത് ആക്റ്റീവായിട്ട് കൊണ്ടുവരികയാണ്. ആക്റ്റീവായിട്ട് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുകയാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഒരു കാര്യമല്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ തിയറിയെ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കുന്നതായിരിക്കണം. നാട്ടുകാർ ആരെങ്കിലും പറഞ്ഞു വന്ന കാര്യത്തിന് കുറച്ച് വർത്തമാനം പറഞ്ഞ കാര്യമില്ല. ഈച്ചക്കോപ്പി എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുന്നുണ്ട്. ഈച്ചക്കോപ്പി എന്താ ഈച്ചക്കോപ്പി എന്ന് അറിയുക? കഥ ആരെങ്കിലും അറിയോ? ഈച്ചക്കോപ്പിയുടെ കഥ അറിയോ? എന്താ എന്ന് പറയും. അത് പറയാം. അന്ന് പറഞ്ഞിട്ട് പോയാൽ എനിക്കറിയാം. രണ്ടുപേരെ എക്സാം എഴുതുമ്പോ അടുത്തടുത്തിരിക്കുന്ന രണ്ടുപേര് ഒരാള് മറ്റേയാളുടെ കോപ്പി അടിക്കണം. അപ്പൊ അതേപോലെ പകർത്തുന്ന സമയത്ത് കയ്യിലൊരു ഈച്ച വന്നിരുന്നു. അപ്പൊ ഈച്ചേനെ അടിച്ച് പേപ്പറിൽ വീണു. മറ്റേയാള് ഒരു ഈച്ചേനെ വരച്ച് അതിന്റെ അടിയിൽ എഴുതി വെച്ചു. അതാണോ വയനാട്ടിലെ കഥയാണ്? അതിന്റെ വേറൊരു വേർഷനാണ് അത്. ഈച്ചക്കോപ്പി എന്ന് പറയുന്നത്, അതായത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഒരു പുതിയൊരാള് വന്നു. പുതിയ ആള് ജോയിൻ ചെയ്തു. അദ്ദേഹം ഒരു എന്താ അവരുടെ ബുക്ക് ഉണ്ടല്ലോ, വലിയ ബുക്കുകൾ ഉണ്ടല്ലോ, ആ ബുക്ക് എടുത്തു. ഈ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ മറച്ചു നോക്കുകയാണ്. ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അപ്പൊ ഇതിന്റെ മുന്നത്തെ ആൾ എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലെ എഴുതാന്നുള്ള പ്ലാനിലാണ്. അപ്പൊ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേജുകൾക്കിടയിൽ കൊണ്ടിട്ട് ഒരു ഈച്ച ചത്ത് കിടപ്പുണ്ട്. അപ്പൊ പുള്ളി ഇതേ പറഞ്ഞ പോലെ 1-2 പേജുകളൊക്കെ അപ്പുറത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഓരോ ഈച്ചയെ പിടിച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് വെക്കും. അത് കഴിഞ്ഞാൽ അടുത്തത് ഒരു ഈച്ചയെ കൊല്ലും, ഇതിനിടെ കൊണ്ടുവരും, ഇടും. എഴുതി വെക്കുന്നത് പോലും സെയിം. അതാണ് ഈച്ചക്കോപ്പി എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള കഥ. ഇനിയിപ്പോ കഥ മാറുമ്പോ സംഭവം കോൺസെപ്റ്റ് ഒന്നാണ്. എന്ത് അപ്പുറത്ത് കിടക്കുന്നവൻ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യുകയാണ്. ചപ്പാത്തിക്കട തുടങ്ങി നമ്മുടെ നാട്ടിൽ അല്ലേ മുനീർ ഭായി? മഞ്ചേരിയിൽ എത്ര ചപ്പാത്തിക്കട ഇപ്പൊ ഉണ്ട്? എണ്ണണെങ്കിൽ പ്രയാസാണ്. അത്രയുണ്ട്. ഒരുത്തൻ പാവം അവന്റെ കഷ്ടകാലത്തിന് അവൻ എന്ത് ചെയ്തു? കാറ്ററിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് പകരം ചപ്പാത്തി കൊടുക്കട തുടങ്ങിയതാ. അവൻ നന്നായിട്ട് നല്ല കറിയും നല്ല ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തപ്പോ അവന്റെ മുന്നിൽ ആളെ കണ്ടപ്പോ സഹിച്ചില്ല. അപ്പൊ തുടങ്ങി അതേപോലെ കറിയുടെ റേറ്റ് വരെ അതേപോലെ ആയിരിക്കും. കറിയുടെ റേറ്റ് വരെ അതേപോലെ ആയിരിക്കും. അതുപോലെ ഉണ്ട് ടർഫ്. ഒരു സംഭവം എന്താ അറിയോ? അവൻ അവിടെ കാശുണ്ടാക്കിയതിന് കാരണം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രമല്ല, അവൻ ചെയ്ത മാർക്കറ്റിംഗ് കൂടി ഉണ്ട്. ഇവന്മാര് കിടന്നിട്ട് കഷ്ടപ്പെടുകയാണ്. തൃശ്ശൂർ റൗണ്ടിൽ എന്തോരം ജ്വല്ലറീസ് ഉണ്ട്. എല്ലാ ജ്വല്ലറിയും ജോയാലിക്കാസിനെ പോലെ അല്ലെങ്കിൽ ചെമ്മണ്ണൂരിനെ പോലെ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ബോബി ചെമ്മണ്ണൂർ ഓടി നടന്ന് മാർക്കറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെ ബോച്ചെ വളരാതിരിക്കും? ജോയാലിക്കാസിനെ പണ്ട് ചെയ്ത് വെച്ച് ഇന്നും പേപ്പറിലും ടിവിയിലും തുറക്കുമ്പോ ജോയാലിക്കാസിന് കാണുക. എറണാകുളത്ത് എത്ര വർഷങ്ങളായി എനിക്ക് തോന്നുന്നു. എന്റെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉള്ള സമയം തൊട്ടിട്ട് ഞാൻ കാണുന്നതാണ് മധുര സ്വപ്നങ്ങളേറും ജയലക്ഷ്മി. ഇന്നും ജയലക്ഷ്മിക്ക് ആള് എം ജി റോഡ് ആളേ ഇല്ല എറണാകുളത്ത്. പക്ഷെ കയറി ചെല്ലും. എന്തുകൊണ്ടാ? പ്രോസ്പെക്ടിങ് ആണ്. നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് നിന്ന് മാറിപ്പോയി, അത് വേറെ കാര്യം. പക്ഷെ അതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ടീമിനെ ആദ്യം നിങ്ങൾക്ക്, അത് കഴിഞ്ഞ് നിങ്ങളുടെ ടീമിനെ ഒബ്ജെക്ഷൻസ് എന്താന്നുള്ളത് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കണം. അതിനാണ് ഇങ്ങനത്തെ ട്രെയിനിങ്ങുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്റെ ട്രെയിനിങ് മാത്രമല്ല, ഞാൻ നാട്ടിലത്തെ എല്ലാവരും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. എനിക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു മറ്റേ ഇതുണ്ട്, എന്താ പറയാ, കള്ള ഐ ഡി. ഇപ്പൊ ശ്രീജിത്ത് കേസിൽ നിന്ന് കണ്ടിട്ട് ആൾക്കാർ ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ ഈ ട്രെയിനിങ്ങില് അനിൽ സാറ് കയറുകയെന്ന് വെച്ചു കരുതി, പിന്നെ ഞാൻ എനിക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. കാരണം എന്നേക്കാൾ അറിയുന്ന ആൾ അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതേ പണി അറിയുന്ന ആൾ അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കുറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വേറെ ട്രെയിനേഴ്സിന്റെ ക്ലാസ് കയറുമ്പോൾ നമ്മൾ പേര് മാറ്റിയിട്ടേ കയറും. വല്ല മുനീറോ വിജയോ രമേഷിനൊക്കെ പേരിൽ തന്നെ ഞാനും കയറാം. അവര് നമ്മളെ കണ്ടിട്ട് പ്രശ്നമാക്കണ്ട. അതിന് വേറൊരു ഐഡിയ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഒബ്ജെക്ഷൻസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അടുത്ത ഏറ്റവും വലിയ പ്രശ്നം ഫോളോ അപ്പ്. നമ്മൾ ഒരു വട്ടം ജസ്റ്റ് സംസാരിച്ചത്, ആരോ അന്ന് രാമേന്ദ്രേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ ഓയോ റൂമിന്റെ കഥ എന്നൊക്കെ പറഞ്ഞു. ഫോളോ അപ്പ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഞാൻ ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സിനോട് ഞാൻ പറഞ്ഞത് എന്താ പറയുക, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, റിസൾട്ട് വരുന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന അറ്റൻഷൻ, അത് കഴിഞ്ഞ് വരുന്ന ഇൻട്രസ്റ്റ്, അത് കഴിഞ്ഞ് വരുന്ന ഡിസയർ. ആവശ്യമില്ലാത്തവൻ ഫോൺ അല്ല ആവശ്യമില്ലാത്തവൻ ഒരു സാധനം വാങ്ങില്ല. ഈ പെട്ടെന്ന് ഫോൺ എന്ന് പറയാൻ കാരണം വെച്ചാൽ എന്റെ സാംസങ് ഈ ഫോൺ ചൂടാവാൻ തുടങ്ങി, എനിക്ക് പുതിയ ഫോൺ വാങ്ങണം. രാമേന്ദ്രേട്ട കയ്യിൽ കാശില്ല, ഞാൻ കുറെ ദിവസമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഡിസയർ വന്നപ്പോ ഇത് വാങ്ങിയേ പറ്റൂന്നായപ്പോ കയ്യിൽ കാശ് വന്ന് 3 നാളായിട്ട് വാങ്ങണം, വാങ്ങിയേ പറ്റൂ. അതങ്ങനെയാ. ഡിസയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓരോരുത്തര് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിൽ കുറെ പേര് വലിയ വലിയ ബൈക്കുകൾ വാങ്ങുന്നുണ്ട്, പിള്ളേർക്കൊക്കെ അല്ലെ. എങ്ങനെ അവര് വാങ്ങുന്നത്? 2 ലക്ഷം, 5 ലക്ഷം, 4 ലക്ഷം രൂപയുടെ ഒക്കെ വണ്ടികൾ. രാമേന്ദ്രേട്ടൻ വിചാരിക്കണത് നമ്മുടെ ഒരു MIT, പണ്ടത്തെ MIT കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാര് 5 ലക്ഷം രൂപയുടെ ഒക്കെ വലിയ വലിയ മുതൽ വാങ്ങിയിട്ട് പോകും. ഓരോരുത്തർ വലിയ വലിയ കാറുകൾ വാങ്ങുന്നത് കണ്ടിട്ടില്ലേ? ചിലര് യാത്രയോട് യാത്രയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, വൈകുന്നേരം തൊട്ടിട്ട് ഹായ് ഗായ്സ് എന്ന് പറഞ്ഞിട്ട് വ്ളോഗും ചെയ്തിട്ട് നടക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് രാവിലെ തൊട്ട് നമ്മൾ രാവിലെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ രാമേന്ദ്രൻ ചിന്തിക്കും, ഇതിന് ഇത്ര, ട്രെയിനിന് ഇത്ര രൂപ, ഓട്ടോക്ക് ഇത്ര രൂപ, അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോക്കാരെ പറ്റിച്ചില്ലെങ്കിൽ ഇത്ര രൂപ, തിരിച്ചു വരാൻ ഇത്ര രൂപ, ഭക്ഷണം കഴിക്കാൻ എത്ര രൂപ, അവിടെ പോയി കാര്യം നടക്കാൻ ഒരു ബോഞ്ചി വെള്ളം കുടിക്കണമെങ്കിൽ ഇത്ര രൂപ. അതൊക്കെ കണക്കാക്കിയിട്ട് വെച്ചിരിക്കുന്ന രാമേന്ദ്രേട്ടന്റെ മുന്നിക്കൂടെ ഓരോരുത്തന്മാര് ഷിംല, തായ്ലൻഡ്, ആഫ്രിക്ക പറഞ്ഞിങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. അതിന്റെ വീഡിയോസാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ നടക്കണേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ മാസത്തെ സനീഷയുടെ ഒക്കെ ട്രാവലിംഗ് എക്സ്പെൻസ് ഷനീഷ് കൂട്ടും. ദൈവമേ, 5000 രൂപയാവും എന്നാ ചിന്തിക്കണത്. 5000 രൂപയ്ക്ക് അവിടെ പോയി അവിടെ ടിക്കറ്റ് കിട്ടില്ല അങ്ങോട്ട് പോകാൻ. എങ്ങനെ നടക്കുന്നത്? അവന്റെ ഉള്ളിലുള്ള കഠിനമായ താല്പര്യമാണേ, ഡിസയറാണേ. ആ ഡിസയർ വരുമ്പോ മാത്രമേ അവൻ ആ പ്രൊഡക്റ്റിലേക്ക്, ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇവിടെ പലരും മണാലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. മണാലിക്ക് പോകാൻ താല്പര്യമുണ്ട്, മണാലിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, താല്പര്യമുണ്ട്. ഇന്ന് വരെ അത് ഡിസയർ ആവാത്തത് കൊണ്ടാണ് നടക്കാത്തത്. ഇന്നലെ ഞങ്ങൾ തായ്ലൻഡിൽ പോകണം, ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 2-3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് മലേഷ്യ പോയാലോ? അപ്പൊ അവൻ പറയും എനിക്ക് മലേഷ്യ താല്പര്യമില്ല, എനിക്ക് തായ്ലൻഡാണ് താല്പര്യം എന്ന് പറയിച്ച നമുക്ക് തായ്ലൻഡിൽ പോകാം. അപ്പൊ അപ്പുറത്തിരിക്കുന്ന നിഷ പറയാം ഞാനും ഉണ്ട്. അപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങളില്ല, പോണില്ല. ഇവളെ കൊണ്ടുപോകാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മറ്റേ തായ്ലൻഡിൽ പോണത്? മുനീർഭായി രാവിലെ പോകുമ്പോ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോകണ പോലെ പോകുമ്പോൾ നമ്മൾ അനങ്ങാൻ വിടൂല. അതാ പ്രശ്നം. പിന്നെ തായ്ലൻഡ് അപ്പൊ അപ്പൊ തന്നെ പറഞ്ഞു ഞാനും ഇല്ല. ഇത്രേ ഉള്ളൂ പറഞ്ഞു. നമ്മൾ തമാശക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, താല്പര്യമുണ്ട് തായ്ലൻഡിൽ പോവാൻ. ഇനി തായ്ലൻഡിൽ പോയേ കണ്ടേ പറ്റൂ, എനിക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് വേണമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോ ഈസി ആയിട്ട് പോകും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഫാറൂഖ് ജി പറയും താങ്കൾ ഇത്രയും കാലമായിട്ട് തായ്ലൻഡിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു താല്പര്യം വന്നിട്ടില്ല ഫാറൂഖ് ജി, അതുകൊണ്ടാ പോവാത്തെ. വിചാരിച്ചപ്പോ ഒരു 19,000 1 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കി പോകാൻ പറ്റാഞ്ഞിട്ടല്ല, കാശ് ഉണ്ടാക്കാത്തല്ല പ്രശ്നം. പക്ഷെ ബേസിക്കലി ഇതാണ് പ്രോബ്ലം. എന്ത്? നമ്മുടെ ഉള്ളിൽ ഒരു കഠിനമായ ഒരു ആഗ്രഹം വന്നിട്ടില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിനോടും അതുപോലെ തന്നെ കഠിനമായ ആഗ്രഹം വേണം. ഈ കഠിനമായ ആഗ്രഹം ഉണ്ടാക്കാനുള്ള വഴിയാണ് നമ്മൾ പ്രസന്റേഷനിൽ പറയുന്ന അഡ്വാൻറ്റേജ് പറച്ചില്. അന്ന് ഹരിദാസേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ, കൈ മുറിയില്ല, തേങ്ങ ചിരകി ഇനി തേങ്ങ ചിരവി കൈ മുറിയില്ല, ചോര കണ്ടിട്ടുള്ള തേങ്ങ ചിരവൽ ഇനി ഇല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലെ മുനീർഭായെ പോലുള്ള ആളുകള്, സ്ത്രീകളല്ല ഞാൻ പറയണത്, നമ്മളെപ്പോലുള്ള ആളുകള് അത് വാങ്ങിട്ടോ 10 റുപ്യ അധികമായാലും വേണ്ടില്ല എന്ന് പറയും. ഹരിദാസേട്ടൻ വിചാരിച്ചിരിക്കുകയാണ് എപ്പോഴും സ്ത്രീകളാണ് കസ്റ്റമർ എന്ന്. അല്ല, തേങ്ങയുടെ ഏറ്റവും വലിയ കസ്റ്റമർ എന്ന് പറയുന്നത് ആണുങ്ങളാണ്. കാരണം എന്താ? ഞാനും ചെലവി കൊടുക്കണം, മുനീർഭായും ചെലവി കൊടുക്കുന്നുണ്ട്. സനീഷ് മറ്റേ നാടായ നാട് മുഴുവനും ബൈക്കിൽ ഓടി വരുമ്പോ അവിടെ തേങ്ങയായിട്ട് ഭാര്യ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ ബാക്കിൽ കാണുന്നത് മറ്റേ പാലത്തിന്റെ ചിത്രമാണെങ്കിൽ അപ്പുറത്ത് ഭാര്യ ഉണ്ടെന്ന് എനിക്കറിയില്ല. സിമ്പിൾ ഇത്രേ ഉള്ളൂ. അപ്പോ അത് കസ്റ്റമർ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഫോളോ അപ്പ് മെത്തേഡുകൾ വേണം. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഫ്രണ്ട് സുബിലാലിന്റെ ഒരു വീഡിയോ കാണുന്നുണ്ട്, പുള്ളി ഇടുന്ന വീഡിയോസ് ഞാൻ കാണാം. അപ്പൊ പുള്ളി പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം,
ഞാൻ എന്റെ കാറ് വിൽക്കാൻ വെച്ചപ്പോൾ ഞാൻ എന്റെ കാറ് കൊടുക്കണം, നാട്ടിൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തു കൊടുക്കണം, അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഞാൻ കാറ് പ്ലാൻ ചെയ്തത്. കാരണം നാട്ടിലേക്ക് കിട്ടണേക്കാട്ടി വില ഇവിടെ കിട്ടും. കേരള വണ്ടി ആണെങ്കിലും ബാംഗ്ലൂർ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ കാർ 24 സ്പിന്നി പിന്നെ ഏതൊക്കെ 2-3 ഇതിൽ നോക്കിയായിരുന്നു. ഈ സ്പിന്നി കാറ് വിറ്റിട്ട് 1 മാസം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും സ്പിന്നിക്കാരെന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യും കാറ് വിൽക്കണ്ടേന്നല്ല, പുതിയ കാറ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്, അടിപൊളി കാറാണ് വാങ്ങണ്ടേന്ന് കൂടി. അത്രയും ഫോളോ അപ്പ് സിസ്റ്റമാണ് എല്ലാ കമ്പനികളും. ബൈജൂസ് വിജയിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണ് തോറ്റുപോയത്. പക്ഷെ എന്താണ് മാർക്കറ്റിംഗ്? കണ്ടിന്യൂസ് ഫോളോ അപ്പ് സിസ്റ്റമാണ്. ഞാൻ ഇപ്പൊ 2-3 കമ്പനികളെ, കൊച്ചിയിലെ 2-3 കമ്പനികളെ ഞാനൊന്ന് പാഠമാക്കിയിട്ട്, അതായത് ഞാൻ എഡ്യൂക്കേഷൻ, നമ്മുടെ നിഷിക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബിസിനസ് കിട്ടുന്നതിനെ കുറിച്ച് ഞങ്ങൾ കഠിനമായിട്ട് ചിന്തിച്ചപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടത് അവരുടെ കോൾസിന്റെ ഫോളോ അപ്പ് സ്റ്റൈലാണ്. അവര് ക്രിയേഷൻ ഇത് ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, ഫോളോ അപ്പ് സ്റ്റൈലാണ്. അതിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഫോളോ അപ്പ്. അപ്പൊ ഒരു നിമിഷത്തിൽ നമ്മുടെ പെയിന് കണക്ട് ആവുന്നു എന്ന് കാണുന്ന സമയത്ത് ചിലര് ബ്ലോക്ക് കണക്ട് പിടിക്കും, കൃത്യം കണക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഞാൻ പറയും. അപ്പോ വെരി സീരിയസ്ലി അതിന് ഫോളോ അപ്പ് മെത്തേഡുകൾ ഉണ്ട്. ഐഡ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. അതൊരു ഒരു ചെയിൻ ആണ് കേട്ടോ. അറ്റൻഷൻ ഇല്ലാത്തവൻ ഒരിക്കലും ഇൻട്രസ്റ്റ് വരില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്തവൻ ഒരിക്കലും ഡിസയർ വരില്ല, ഡിസയർ ഇല്ലാത്തവൻ ഒരിക്കലും ആക്ഷൻ എടുക്കില്ല. ഫൈസൽ ഭായിയുടെ എന്താ പറയാ, കസ്റ്റമേഴ്സിന് ചിന്തിക്കണം ഞാൻ പൈസ കൊടുക്കണം എന്നുള്ളത്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് പൈസ തരില്ല. അവന്റെ കയ്യിൽ ഒരുപാട് ലക്ഷങ്ങൾ വന്നു പോകുന്നുണ്ടാവും. അവൻ വിചാരിക്കണം നിങ്ങൾക്ക് പൈസ തരണമെന്ന്. പ്രൊഡക്റ്റ് ഇപ്പൊ അതിന്റെ ഒപ്പം പറയാണ്, നിങ്ങൾ പറയാണ് പ്രൊഡക്റ്റ് കൊണ്ടേക്കോ 10 മാസത്തെ ക്രെഡിറ്റ് അല്ല 1 മാസത്തെ ക്രെഡിറ്റ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനതിന് 1 എന്നതിന്റെ അപ്പുറത്ത് ഒരു 0 കൂടി ചേർത്ത് 10 മാസം നടക്കും. പിന്നെ അത് ഒരു 0 കൂടി ചേർത്ത് 100 മാസം ആക്കാൻ പറ്റും നോക്കും. കാരണം അവനത് തരണമെന്നുള്ള ഡിസയർ വരണ്ടേ. സനീഷ് എന്നെ വിളിച്ചിട്ട് പറയാ, സാറേ ആ സ്റ്റോക്ക് എടുത്തിട്ട് ഞാൻ അവരുടെ പേയ്മെന്റ് കൊടുത്തിട്ടില്ല സാറേ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്ക്. സനീഷിയുടെ ഉള്ളിൽ ഡിസയർ ഉണ്ട്, പക്ഷെ കൊടുക്കാൻ കാശില്ല. അപ്പൊ സനീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ഒരു 10 ദിവസം. ആ 10 ദിവസം കൂടെ കൊടുത്തു തീർത്തില്ലേ സനീഷ്? ആ അത്രേ ഉള്ളൂ. നമ്മൾ സംസാരിച്ചു, കൊടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, കാശ് ഉണ്ടാക്കി കൊടുത്തു. ഏത് ഞാൻ പറഞ്ഞത് പുള്ളി അങ്ങോട്ട് കൊടുക്കണ കാശിനെ കുറിച്ചാണ് പറയണത്, പ്രൊഡക്റ്റ് വാങ്ങണതിനെ കുറിച്ചിട്ടല്ല. പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഉള്ളിൽ തോന്നണം, നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. നിങ്ങൾ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, എനിക്ക് ഇവിടെ ഇരിക്കുന്ന രമേശ് ഭായിയോട് ചോദിക്കാം. രമേശ് ഭായ്, ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ 500 രൂപയുടെ വരുമാനമുള്ള ഒരു കൂലിപ്പണിക്കാരൻ വെക്കുക, സാധാരണ തൊഴിലുറപ്പ് നടത്തുന്ന അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന അങ്ങനത്തെ ഒരു 500 രൂപയുടെ കൂലിപ്പണിക്കാരൻ ഒരു വർഷം, ഒരു ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്ന ഒരു എമൗണ്ട് എത്രയായിരിക്കും? ഒരു പക്ഷേ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. ശരി, അവൻ ടോട്ടൽ ഉണ്ടാക്കുന്ന ഏകദേശം എത്ര പൈസ ആയിരിക്കും? അതെന്ന് വെച്ചാല് 30 × 5 30 × 500 × 365 അല്ലേ? 1,80,000. അല്ലെ 12 1,80,000. 1,80,000 ആണ് ഒരു വർഷം അവൻ ഉണ്ടാക്കുന്നത്. അവൻ ജീവിച്ചിരിക്കുന്ന 40 വർഷം 50 വർഷത്തിൽ അവൻ ഉണ്ടാക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ശരിയാണോ? അതെ. ആണോ? 50 ലക്ഷം രൂപ അവന്റെ ചെലവിൽ ഒരു ദിവസം 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് എന്താ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? 500 രൂപയിൽ എങ്ങനെ പോയാലും ഒരു 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് പല ചെലവുകള്, ഭക്ഷണം, സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ, കുട്ടികളുടെ പഠിത്തം, മറ്റുള്ള കാര്യങ്ങളൊക്കെ പല ചെലവാകും. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവന്റെ ജീവിതത്തിൽ ആകെ കിട്ടുന്ന 50 ലക്ഷത്തിൽ നിന്ന് 20-25 ലക്ഷം രൂപയുടെ വീട് വെക്കുന്നുണ്ട്. ഉണ്ടോ? 20 ലക്ഷം രൂപയുടെ വീട് വെക്കുന്നുണ്ടോ? 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപയ്ക്ക് അവനവന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ, 2 പെൺകുട്ടികളുണ്ടെങ്കിൽ 2 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനുള്ള കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടോ? കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഉണ്ടാവില്ലേ? നമ്മുടെ ഇപ്പൊ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ സഹായിക്കും.
ശരിയാണോ? നിങ്ങൾ ആലോചിക്കുക, ഒരു ജീവിതത്തിൽ അവന്റെ ടോട്ടൽ ആയുസിൽ അവൻ 50 ലക്ഷം രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവൻ 50 ലക്ഷം രൂപയുടെ രണ്ട് കാര്യത്തിന് വേണ്ടി അവൻ 50 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. ഒന്ന് വീട്, രണ്ട് കല്യാണം. എന്തുകൊണ്ടാണ് നടക്കുന്നത്? ആ കുട്ടി ജനിക്കുന്ന ദിവസം മുതൽ അവന്റെ ഉള്ളിൽ കരടാണ്, അവന്റെ ഉള്ളിൽ തീയാണ്. എന്താണ്? കനലാണ്. എന്റെ മകളെ കെട്ടിച്ചു വിടണം, 10, 15, 20, 25 പവൻ കൊടുക്കണം, ചെലവ് പരിപാടി നന്നായിട്ട് നടത്തണം, തലേ ദിവസം മെഹന്തി തൊട്ടുള്ള എല്ലാ ഫംഗ്ഷനും നടത്തണം, വിരുന്ന് നടത്തണം, മറ്റേ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരണം, പ്രസവിച്ച് കൊണ്ടുപോകുമ്പോ ഒപ്പം 2 അലമാര കൊടുത്തു വിടണം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവൻ അതൊക്കെ ചെയ്യും. കടം മേടിച്ചിട്ടാണെങ്കിൽ അവൻ ചെയ്യും, അത് വീട്ടുകയും ചെയ്യും. ശരിയാണോ? അത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്താ വിചാരിക്കണം അവനത് അല്ല, അവന്റെ ഉള്ളിലെ ഡിസയറാന്നേ. ബാക്കി പല കാര്യവും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ. ഡിസയറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വീട്, ഞാൻ ഇന്ന് വരെ വീട് കെട്ടിയിട്ടില്ല. സത്യമായിട്ടും വീട് കെട്ടിയിട്ടില്ല. ആലോചിച്ചിട്ട് പോലും ഇല്ല വീടിനെ കുറിച്ച്. എന്തുകൊണ്ടാ? നാട്ടിലൊരു വലിയ വീട് കിടപ്പുണ്ട് അവിടെ. ഞാനും അനിയനെ എടുത്തിട്ട് പറയും, ഇത് മതിയടാ, നമുക്കിത് മതി. എന്താ ഈ മുകളിൽ, ഞാൻ താഴെ, അല്ലെങ്കിൽ ഇത് ഇവിടെ. അതുകൊണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. എന്നാൽ ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് വീട് വേണം, വീട് വേണം, വീട് വേണം എന്നുള്ളതാണ്. വീട് കെട്ടാതിരിക്കില്ല. ആ ഡിസയർ ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ്. ആ ഡിസയർ ആണ് ഇമ്പോർട്ടന്റ്. ആ ഡിസയർ ഉള്ളവൻ അത് നടത്തിയിരിക്കും. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പ്രോസ്പെക്റ്റിങ്, ഫോളോ അപ്പ് എന്ന് പറയുന്നത് അവനത് കൊണ്ടുവരണം. അവൻ ഈ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് അവന്റെ മനസ്സിലേക്ക് നിങ്ങളെ കയറ്റി കൊണ്ടുവരണം. നിങ്ങൾ വിചാരിക്കരുത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാന്നുള്ളത്. ഞാൻ പറയുന്നു, 30 പേര് ഓഗസ്റ്റ് 15-ാം തീയതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഡിസിപ്ലിൻ, റിപ്പീറ്റഡ് ആക്ഷൻ ആണ്. ഞാൻ കഴിഞ്ഞ 21 ദിവസം നിങ്ങളോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ പരിപാടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളത്. സോണിച്ചേട്ടിരുന്ന് ആലോചിക്കേണ്ടത്, 10, 45, 50 വയസ്സായി, ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ അന്ന് കിട്ടുന്നുണ്ടാവോ? വെറുതെ പറയുന്നതായിരിക്കും. അല്ല, ഇനിയിപ്പോ കൊടുക്കുന്നുണ്ടെങ്കിലോ? ഇന്നൊരു 1000 റുപ്യ കട്ടക്കട്ടെ, 1000 അല്ലേ? എന്താ സോണിച്ചേട്ടന് പറ്റിയത്? സോണിച്ചേട്ടാ, ഞാൻ ചെയ്ത പണിയുടെ സീക്രട്ടാ പറഞ്ഞു തന്നിരിക്കണം. ഇതൊക്കെ അവനോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് അത് ശരി ഇയാളിന്റെ പറ്റിക്കായിരുന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ വാ, അപ്പൊ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യത്തിനുള്ള പണിയൊക്കെ തരാം. രാവിലെ മെസ്സേജ് വന്നിരിക്കുക, ഓരോരുത്തർക്കും ഒരു സ്വപ്നമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് ബോറടി ഇല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയ ബിസിനസ്. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. എന്താ പറയാ, പൂജി വിൽപ്പന എവിടെയാ നോക്കിയത്? ഞാനും പോയിട്ട് ക്ലിക്ക് ചെയ്യും. എന്തറിയോ, നീ അവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട്. സലീം കുമാർ പറഞ്ഞ ആ സാധനം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും. അപ്പോ നിങ്ങളുടെ സെയിൽസ് പ്രോസസ് എന്ന് പറയുന്നത് കുറ്റമറ്റതാക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഓഗസ്റ്റ് 15-ന്റെ ഡിസ്കഷനിൽ, ചർച്ചയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സെയിൽസ് പ്രോസസ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടണ്ടേ? സ്വാതന്ത്ര്യം കിട്ടാൻ 4 വഴികളാണ്, 4 സീക്രട്സുകളാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളെക്ക് എന്ത് മാറ്റം വേണം? ഹരിദാസ് ഏട്ടന് കഴിഞ്ഞ 21 ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ കാര്യം അന്ന് സംസാരിക്കും. രണ്ടാമത്തത് നിങ്ങളുടെ ടീമാണ്. ടീം എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞിട്ട് റെഡിയാക്കുന്നതല്ല, എടുക്കുമ്പോഴേ, പ്ലാൻ ചെയ്യുമ്പോഴേ റെഡിയാക്കി എടുക്കുന്നതാണ് ടീം. അതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, ടീമിനെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാം.
നമ്പർ 3 നിങ്ങളുടെ സെയിൽസ് ആണ്. കച്ചവടം വരണ്ടേ, കാശ് വേണ്ടേ? അതെങ്ങനെ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും? 4-മത്തത് നിങ്ങളുടെ സിസ്റ്റമാണ്. നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ, ഉറങ്ങുകയാണോ ഉണരുകയാണോ, ടൂറിലാണോ ഡേറ്റിംഗിലാണോ, ദാറ്റ്സ് നോട്ട് അറ്റ് ആൾ എ പ്രോബ്ലം. നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും പോക്കറ്റിലേക്ക്, പെട്ടിയിലേക്ക് കാശ് വരണമെങ്കിൽ യു ഷുഡ് ഹാവ് എ സിസ്റ്റം. ഈ സിസ്റ്റം എങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അത് ക്രിയേറ്റ് ചെയ്യണതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്തൊക്കെ എന്നുള്ളത്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഡിസ്കസ് ചെയ്യുമ്പോൾ ബേസിക്കലി എക്സാമ്പിൾസുകളും നമ്മുടെ എക്സ്പീരിയൻസുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്ത ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണം, അതിന് എനിക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആവശ്യപ്പെടും. ഇതൊക്കെ നമ്മൾ ഓഗസ്റ്റ് 15-ന് രാവിലെ 11 മണി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ പുറപ്പെടുകയാണ്. ഓക്കെ, കാരണം കണ്ണൂര് മലബാറിന്ന് വരുന്ന ജനശതാബ്ദി 10-10:15 അല്ലെ മുനീർഭായ്, 10:15 എത്തുന്നവിടെ 10:15 റെയിൽവേ സ്റ്റേഷൻ. നോർത്തിലെ സൗത്തിലാ വണ്ടി വരുന്നത്? നോർത്തിലല്ലേ? നോർത്തില് നോർത്ത് 9:45 9:45 10 മണി. അപ്പൊ ഞാൻ 10:30 മണിക്ക് നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഷാർപ്പ് 10:30ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കണ്ണൂരിൽ നിന്ന് വേറെയും വണ്ടിയുണ്ട് 11:15 എത്തുന്നത്, അതിൽ വരരുത് പ്ലീസ്. ജനശതാബ്ദിക്ക് തന്നെ ടിക്കറ്റ് എടുത്തോ. അന്നത്തെ ദിവസം തിരക്ക് കുറവായിരിക്കും നമുക്ക് വിശ്വസിക്കാം. ടിക്കറ്റ് എടുക്കുക, വരിക. തിരിച്ചു പോവാൻ 5 മണിക്ക് ശേഷമുള്ള 5:30ക്ക് ശേഷമുള്ള ഏതെങ്കിലും ട്രെയിനോ സൗകര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ നോക്കുക. നമ്മൾ രാവിലെ തൊട്ട് 10:30 തൊട്ട് വൈകിട്ട് 5. നോർത്ത് 7. അതായത് കച്ചേരിപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പനമര റോഡ് എന്ന് പറയുന്ന റോഡ്, പനമര റോഡ്, അതിനുള്ളിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. എറണാകുളത്ത് നിന്ന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡാണ് കച്ചേരിപ്പടി കയറുമ്പോൾ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക. കുറച്ച് മുന്നോട്ട് പോയാൽ ആദ്യം റൈറ്റ് ഉണ്ട്, പ്രസിഡൻസി ഹോട്ടലിലേക്കൊക്കെ പോകുന്ന വഴിയുണ്ട് റൈറ്റ്. അതിലേക്ക് കയറി ഉടനെ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം ഷീ ലോഡ്ജ് ഒക്കെ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നോർത്ത് 7 എന്ന് പറയുന്ന. അജ്മൽ ഭായ്, ഞാൻ അത് ഷെയർ ചെയ്യാം. എനിക്കൊരു മെസ്സേജ് അയച്ചു തരും, ഞാൻ ലൊക്കേഷൻ വേറെ ഷെയർ ചെയ്യാം. ഞാൻ എല്ലാ നമ്പറും എടുത്തിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യും. ഡോണ്ട് വറി. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇന്നലെ. 62 കിലോമീറ്റർ. 62 കിലോമീറ്റർ നമ്മള് ബിസിനസിന് വേണ്ടി എന്തും ചെയ്യൂലേ ഷാക്കിർജി? കോർലയിലേക്ക് ഇതേ 62 കിലോമീറ്റർ ഓടിച്ചു വന്നില്ലേ? ഇപ്പൊ ഈ സമയത്ത് വിട്ടാ 1.5 മണിക്കൂറുള്ളൂ. പക്ഷെ നമ്മളിപ്പോ 9 മണിക്കൊക്കെ വിടണമെങ്കിൽ 2 മണിക്കൂർ 8:30 മണിക്കൂർ വിടണം. നമ്മൾ നേരത്തെ തുടങ്ങണം. നേരത്തെ എത്തണമെങ്കിൽ നേരത്തെ തുടങ്ങണം. സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ അതുകൊണ്ടല്ലേ രാവിലെ 6 മണിക്ക് എഴുന്നേക്കുന്നത്. പടച്ചോൻ എന്താണ് രാവിലെ 5 മണിക്ക് നിസ്കാരം പറഞ്ഞിരിക്കുന്നത്? രാവിലെ നിങ്ങളൊക്കെ എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കണം എന്നുള്ളത് കൊണ്ടാണ് പടച്ചോൻ അത് പറഞ്ഞെന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അതെല്ലാ ദൈവങ്ങൾക്കും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന പരിപാടിയുണ്ട്. ശരിയല്ലേ? അത് ചെയ്യാത്തതാണ് കുഴപ്പം. അത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നം നമുക്ക് അറിവില്ലായ്മയല്ല, ചെയ്യാത്തതാണ്. അപ്പോ ഓഗസ്റ്റ് 15-ന് കാണാം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയാം. ശരിയല്ലേ? അപ്പോ എന്താ, നീ എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ ഉണ്ടോ? 21 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് നാളത്തേക്ക്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു 4 ക്ലാസ് എടുത്ത് ഓർമ്മ എനിക്കുണ്ട്. 4 ക്ലാസ്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. സീരിയസ്ലി എങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ഞാൻ ആദ്യം ഈ പരിപാടി തുടങ്ങുമ്പോൾ ആലോചിച്ചത് 21 ദിവസത്തേക്കുള്ള കണ്ടന്റ് എന്തായിരിക്കണം, എന്ത് ഞാൻ സംസാരിക്കും, ഇതായിരുന്നു എന്റെ ടെൻഷൻ. ഇന്നിപ്പോ എന്റെ മുന്നിൽ അടുത്ത 100 സബ്ജക്ട് റെഡിയായി. കാരണം എന്താ അറിയോ, ഈ പണിക്ക് ഇറങ്ങിയപ്പോ ഞാൻ ആദ്യം ചെയ്തത് ഇനി എന്ത് സബ്ജക്ട് ടോപ്പിക് സംസാരിക്കണം എന്നാ. അടുത്ത 200 ക്ലാസ്സിലേക്കുള്ള 100 ക്ലാസ്സിലേക്കുള്ള ടോപ്പിക് റെഡിയായി. എന്റെ ഐപാഡിൽ എഴുതി വെച്ചു ഞാൻ. അത് സെയിൽസ് ഉണ്ട്, ബിസിനസ് ഉണ്ട്,
നബുലിനെ പോലുള്ള ആളുകൾക്ക് ചിലർക്ക് ഫിനാൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫിനാൻസിൽ അത്ര കോൺഫിഡന്റ് അല്ല, ഞാൻ അറിയാഞ്ഞിട്ടല്ല, അത്ര കോൺഫിഡന്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫിനാൻസിന് പറ്റുന്ന ആളുകളെ നമ്മൾ അവതരിപ്പിക്കും നമ്മുടെ പരിപാടിക്ക്. എന്തായാലും ഓഗസ്റ്റ് 19 ഇതേ പരിപാടി ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അടുത്തൊരു വർഷം എന്റെ സെഷൻസ് തിങ്കൾ തൊട്ട് വ്യാഴം വരെ ഉള്ളൂ. അത് ബാക്കിയുള്ള 3 ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. നമുക്ക് നമ്മുടെ ടീമോടൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. വളരെ കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ആ പരിപാടി നടത്തുന്നത്. മെന്റർഷിപ്പിന് മാത്രമേ 40,000 രൂപ ഉള്ളൂ. ഈ പരിപാടിക്ക് നമ്മൾ 15-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ 18,000 രൂപ ചാർജ് ചെയ്യും. 15,000 ആണ് ആക്ച്വലി. 18,000 രൂപ EMI ആയിട്ട് വരും. 1,500 രൂപ ഒരു മാസം അടച്ചാൽ മതി. മിഠായി വാങ്ങണം, ഒരു കുഴിമന്തി വാങ്ങണ കാശ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ വരുന്ന എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വരുന്ന എനിക്കറിയാം. കാരണം അത് നിങ്ങൾക്ക് ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അതല്ല, 10 പേരോട് ആ ആവശ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് പറയണം. ഡിസ്കഷൻസ്, ഈ വീഡിയോസ് ഇങ്ങനെ എണ്ണം കൂടുമ്പോഴുണ്ടല്ലോ എന്തൊരു രസം അറിയുക. നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇങ്ങനെ കാലിന്റെ അടിയിൽ നിന്ന് തരിച്ചു കയറും. അപ്പൊ നമുക്കിങ്ങനെ സംസാരിക്കാൻ തോന്നും. ഇല്ല ഹരിദാസേട്ടാ? തീർച്ചയായും. മിണ്ടാതിരിക്കുന്ന, വീഡിയോ ഓഫാക്കിയിരിക്കുന്നവരോട് ഞാൻ എപ്പോഴും, ഞാൻ ആരെങ്കിലും വീഡിയോ ഓഫാക്കിയിരിക്കുന്നവരെ വിളിച്ച് സംസാരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാസർ ഭായ് നമസ്കാരം. 15-ാം തീയതി കാണാം. നമസ്കാരം. 15-ാം തീയതി കാണാം. തീർച്ചയായിട്ടും കാണാം. നമ്മള് കഴിഞ്ഞ വർഷം കണ്ടതാ, കഴിഞ്ഞ വർഷം മാർച്ചിൽ കണ്ടതാ. കഴിഞ്ഞ വർഷം നോർത്തിൽ നടന്ന പ്രോഗ്രാമിൽ എനിക്ക് രാവിലെ ട്രെയിനിങ് സെഷൻ ഉണ്ട്. അതുകൊണ്ട് എന്നാലും സാറിന്റെ പ്രോഗ്രാമില് ഞാൻ തീർച്ചയായിട്ടും കയറും. നമുക്കൊന്ന് നേരിട്ട് കാണുകയും ചെയ്യണം. ശരി ശരി, ഉറപ്പായിട്ടും. നിങ്ങൾക്ക് അവിടെ നടക്കാനുള്ള ദൂരമല്ലുള്ളൂ നോർത്തിലേക്ക്. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ SR നോർത്തിലാണ് താമസിക്കുന്നത്. ഒരു 700 മീറ്റർ ഉള്ളൂ. എനിക്കറിയാം. ഓക്കെ. അപ്പോ നമുക്ക് കാണാം എന്തായാലും ഓഗസ്റ്റ് 15. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഫറൂഖി പറയും. ശ്രീജി, ഞാൻ ആക്ച്വലി എനിക്ക് ഇൻസ്പയർ ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ശ്രീജിയുടെ മെന്റർഷിപ്പ് വേണമെന്ന് തോന്നിയെന്ന് വെച്ചാല്, താങ്കൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് സെയിൽസ് എന്ന് പറയുമ്പോൾ യു ഡോണ്ട് വാണ്ട് ടു സെൽ ദ പ്രോഡക്റ്റ്, യു വാണ്ട് ടു മേക്ക് ദം ടു പർച്ചേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിനോട് ഞാൻ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ, കുറെ കാലങ്ങളായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാർഡിയോതൊറാസിക് സർജറിക്കുള്ള ഒരു കിറ്റ്, ഡിസ്പോസിബിൾ കിറ്റ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതാണ്. സോ അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കാർഡിയോതൊറാസിക് സർജറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കോമ്പറ്റീറ്ററെ മാറ്റുക വെരി ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് പിന്നെ സാർ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ സാർ ഒരു കാര്യം ചെയ്യും, ഒരു ഭയങ്കര ഒബ്ജക്റ്റ്, ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് ആള് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടും ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റിനൊരു പോസിറ്റീവ്, ഒരു പച്ചക്കൊടി കിട്ടുന്നില്ല. അപ്പൊ സാർ ഇതെങ്ങനെയാണ് ഈ സെയിൽസ് ചെയ്യേണ്ട, മേക്ക് ദം ടു പർച്ചേസ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ, ഒരു എക്സാമ്പിൾ സഹിതം ഒന്ന് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കൊരു പെട്ടെന്ന് അതിനൊരു ഉത്തരം പറയാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, നീ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹം ഒരു കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞാൻ പോയി കഴിഞ്ഞിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആണ് എനിക്ക് കിട്ടിയ ഒരു വെച്ചാല്, ഞാൻ അതിന് 2 മാസം മുമ്പ് ഒരു കാർഡിയോതൊറാസിക് സർജറിയുടെ ഒരു കോൺഫറൻസിന് നമ്മളൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ഞങ്ങളൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോൾ ഇടാൻ എനിക്ക് ഇൻസ്പിറേഷൻ തന്നത് ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഞങ്ങളുടെ മെറ്റീരിയലിന്റെ അപ്ഡേഷൻസും അതുപോലെ തന്നെ ആ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സെൽ ടിപ്പുകൾ ഞാൻ ആ ഡോക്ടറുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന് ഒന്ന് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും, അപ്പൊ എന്തുകൊണ്ടാണ് ആ ഡോക്ടർ നമ്മളെ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തപ്പോഴാണ് ആ ഡോക്ടർ അപ്പൊ തന്നെ ഓക്കെ നിങ്ങളുടെ ഇങ്ങനത്തെ മെറ്റീരിയൽ എല്ലാം ഉണ്ടല്ലേ, ഓക്കെ ഞാനൊന്ന് ഞാൻ പറഞ്ഞു സാർ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ, അപ്പൊ ഞാൻ ഇപ്പൊ സാർക്ക് കിട്ടുന്ന പ്രൈസിന്, അതായത് ഒരിക്കലും എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഇൻക്രീസ് യുവർ പ്രൈസ്, ബട്ട് ഐ വിൽ ഗിവ് യു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വിത്ത് എ റീസണബിൾ പ്രൈസ്. അപ്പോ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഐ വിൽ ഗിവ് യു 5 പീസ് ഓഫ് സാമ്പിൾ. ഇറ്റ് ഈസ് നോട്ട് എ സാമ്പിൾ. സാർക്ക് വരുന്ന പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ ആയിട്ട് നൽകണം. കാരണം അദ്ദേഹത്തിന് ഒരു മാസം 40 നമ്പർ ഓഫ് ഇതുണ്ട്. അപ്പൊ ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3,000 റുപ്പീസോളം വാല്യൂ വരുന്നതാണ്. അപ്പൊ ഞാൻ 5 എണ്ണം ഓഫർ ചെയ്തു. അങ്ങനെ
ആ ഡോക്ടർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തു, അതിൽ 2 യൂസ് ചെയ്തു. സോ ഹീസ് ക്വൈറ്റ് ഹാപ്പി എന്നുള്ളതാണ്. സോ അതോടുകൂടി നമ്മുടെ ആ എക്സിക്യൂട്ടീവിന്റെ മൈൻഡ് സെറ്റ്, കാരണം കഴിഞ്ഞ 6 മാസമായിട്ട് അദ്ദേഹം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യത്തിൽ പോവുക, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുക എന്നുള്ളതല്ലാതെ ഒരു 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 സെയിൽ പിച്ചിലേക്ക് അല്ലെങ്കിൽ ആ മേക്ക് ദം ടു പർച്ചേസ് എന്നുള്ള ഒരു സാധനത്തിലിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ താങ്ക് യു ശ്രീജിത്ത് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു. അതെനിക്ക് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാനത്. ഫറൂഖ്ജി, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എത്ര വർഷമായി ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പോ? അല്ല, ഞാൻ ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 12 വർഷമായെങ്കിലും ഞാൻ സെയിൽസ് ഫീൽഡിൽ 24 വർഷമായിട്ട് സെയിൽസ് ഫീൽഡിൽ തന്നെയാണ്. ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 24 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫറൂഖ്ജിക്ക് ഈ ഒരു പ്രോസസ് അറിയാഞ്ഞിട്ടല്ല അല്ലെ? അതെ, തീർച്ചയായും. ഇറ്റ്സ് ഒരു ഇൻസൈറ്റ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് ചിലത് നമുക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നതും ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നതും. അതെല്ലാം ഞാൻ ഒരുപാട് സെയിൽസിന്റെ പുസ്തകങ്ങൾ നമ്മുടെ അദ്ദേഹം വായിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു പെയിൻ പോയിന്റ്, അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനം എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ദ റൈറ്റ് ഡയറക്ഷനിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസ്കഷൻസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ചിലർക്ക് പുതിയ അറിവായിരിക്കാം, ചിലർക്ക് പഴയ അറിവുകളെ കുത്തിപ്പൊക്കലായിരിക്കാം, ചിലർക്ക് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക കോൺസെപ്റ്റ് ആയിരിക്കാം, ഇൻസൈറ്റ് ആയിരിക്കാം. ഇതുകൊണ്ട് ചർച്ച എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്റെ ഒരു വൺമാൻ ഷോ പ്രകടനമാണ് ചില സമയത്ത് നടക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നാലും ആ ചർച്ചകളിൽ പല കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് വരാറുണ്ട്. ഫറൂഖ്ജിയെ സംബന്ധിച്ചുള്ള ഇവിടെ ഇരിക്കുന്നാണ്ട് ഈ സാക്കിർജിയൊക്കെ ഉണ്ടല്ലോ, സാക്കിർജിയൊക്കെ ജനിച്ചപ്പോ മുതൽ സെയിൽസ് ചെയ്യാൻ തുടങ്ങിയതാ, ഇപ്പോഴും നിർത്തിയിട്ടില്ല. എന്തോരം പ്രായം ആ മനുഷ്യനെന്ന് വിചാരിച്ചിട്ടിരിക്കണേ, പാവം. സാക്കിർജി, നമുക്ക് 15-ാം തീയതി കാണാം. അപ്പോ എല്ലാരോടും ഓക്കെ, കുറച്ച് നീണ്ടുപോയി, പക്ഷെ നമുക്ക് 15-ാം തീയതി കാണണം. അവിടെ കണ്ടേ പറ്റുള്ളൂ, ബാക്കി അവിടെ. നാളത്തെ ഒരു ക്ലാസ് കൂടി ഉണ്ട് നമുക്ക്. നാളെ പ്രത്യേകിച്ച് ടോപ്പിക്കുകളൊന്നുമില്ല. നിങ്ങൾ ഇതുവരെയുള്ള 21 ദിവസത്തെ നിങ്ങളുടെ സംശയങ്ങൾക്കും ഏത് സംശയങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുന്ന സെഷൻ ആയിരിക്കും നാളെ. എന്തും ചോദിക്കാം, ഉത്തരങ്ങൾ റെഡിയാണ്. ഞാൻ റെഡി, നീങ്ക റെഡിയാ? താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു.